അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആരും വിളിക്കണില്ല. അള്ളയാണ് മുദീൻ ഷെയ്ഖ്, അള്ളയാണ് മമ്പറന്നകൾ എന്നുള്ള നിലയ്ക്ക് വിളിച്ച മുശ്രിക്കായി, കാഫിറായി, ഇസ്ലാം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണ്. ഞങ്ങൾ അങ്ങനെ വിളിക്കണില്ല. അള്ളയാണ് ഞങ്ങൾ വിശ്വസിക്കണേ ഇല്ല എന്നാണ് ഇവിടെ ഉസ്താദ് പ്രസംഗിച്ചത്. ആ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേൾക്കൂ. ആദ്യത്തെ ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ സഹോദരന്മാരെ. അതുകൊണ്ട് ഇലാഹ് എന്ന നിലക്ക്, സൃഷ്ടാവെന്ന നിലക്ക്, അള്ളാഹു എന്ന നിലക്ക്, മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ അടുത്തതോ അകലെയോ കാണുന്നതോ കാണപ്പെടാത്തതോ ആയ ഒന്നിനോടോ നീയാകുന്ന ശക്തിയാണെന്ന വിശ്വാസത്തോടെ, അല്ലെങ്കിൽ നിനക്ക് പങ്കുകാരാണെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ തേടിയിട്ടില്ല, തേടുകയില്ല, ദുആ ചെയ്യുകയില്ല. അപ്പൊ എന്താ പറഞ്ഞത്? സ്രഷ്ടാവാണെന്ന വിശ്വാസത്തോടെ, അതേപോലെ തന്നെ നീ പടച്ചുറപ്പേ നീയാണെന്ന വിശ്വാസത്തോടെ, നീയാണെന്ന വിശ്വാസത്തോടെ, സ്രഷ്ടാവാണെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഒരാളോടും അടുത്തുള്ളവരോ അകലെയുള്ളവരോ ആയ ആളുകളോട് ഞങ്ങൾ തേടുന്നില്ല, തേടിയിട്ടില്ല എന്നാ പറഞ്ഞത്. എന്ത്? ഇത് ആരുടെ വിശ്വാസമാണ്? മക്കയിലെ മുശ്രിക്കുകൾ ഇങ്ങനെ തേടിയിട്ടുണ്ടോ? ലാത്ത ഉസ്സ മനാത്തമാരെ വിളിച്ച് സഹായം തേടിയ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവാണ് ലാത്ത, അല്ലാഹുവാണ് ഇബ്രാഹിം നബി, ഞങ്ങളുടെ വിഗ്രഹങ്ങൾ അല്ലാഹുവാണ് എന്ന് വിചാരിച്ചിട്ടാണോ തേടിയത്? അല്ല. അവർക്ക് സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ചോ? ഇല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞതാണോ? അല്ല. ആരാ പഠിപ്പിച്ചത്? അള്ളയാണ് പഠിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, സൂറത്ത് അങ്കബൂത്തിലെ 61-ാമത്തെ ആയത്ത്. എന്താ മക്ക മുശ്രിക്കന്റെ വിശ്വാസം? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പ്രദേശത്തെ മുഅ്മിനീങ്ങളായ ആളുകളോടാണ് ഞാൻ പറയുന്നത്. സൂറത്ത് അങ്കബൂത്തിലെ 61-ാമത്തെ ആയത്ത്, വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്. റസൂലേ, മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങൾ ചോദിക്കുക, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്? ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? ആരാണ് സൂര്യനെ കീഴ്പ്പെടുത്തിയത്? ആരാണ് ചന്ദ്രനെ കീഴ്പ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്ക് പറയും അല്ലാഹ്. ഏയ്, ഇത് നിങ്ങളെ സമസ്ത പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷകൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. അല്ലേ? സമസ്ത പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷകൾ സൂറത്ത് അങ്കബൂത്തിലെ 61-ാമത്തെ ആയത്ത്, സൂറത്ത് അങ്കബൂത്തിലെ 63-ാമത്തെ ആയത്ത്. ആരാണ് ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്? ആരാണ് ഭൂമിയെ സജീവമാക്കുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. തീർന്നിട്ടില്ല. സൂറത്ത് യൂനുസിന്റെ 31-ൽ എന്താണ് പറയുന്നത്? ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് അന്നം തരുന്നത് ആരാണ്? അമ്മൻ യംലികു സമ വൽ അബ്സാറ. നിങ്ങളുടെ കേൾവിയെയും കാഴ്ചയെയും എല്ലാം ഉടമപ്പെടുത്തുന്നത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ. ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ. ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ലോകത്തിന്റെ ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ മക്കയുടെ മുശ്രിക്കിന്റെ മറുപടി എന്താ? ഫസയഖൂലൂനല്ലാഹ്. മുഹമ്മദ് നബിയേ, അഥവാ മക്കയിലെ മുശ്രിക്കിന്റെ മറുപടി എന്താണ്? മുഹമ്മദേ, ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണ്. അതേപോലെ തന്നെ ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നത് അള്ളയാണ് എന്ന് മക്കയിലെ മുശ്രിക്കിന്റെ മറുപടി. ഇന്ന് ചില സമസ്ത വിഭാഗത്തിലെ ചില ആളുകൾ ഇവര് തന്നെ പറയുകയാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? CM മടവൂരാണ്, ഔലിയാക്കളാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട്. നോക്ക് നിങ്ങൾ. എന്നിട്ട് ഇത് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹിയോട് പറയാണ്, ഖുൽ അഫലാ തത്തഖൂൻ. എന്താണ് മക്കയിലെ മുശ്രിക്കുകളെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാത്തത്, അല്ലാഹുവിൽ മുത്തഖികളാവാത്തത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്തിനാ നിങ്ങൾ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് അവർ പറയുന്ന മറുപടി എന്താ? ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ഞങ്ങൾ മഹാന്മാരെ വിളിക്കുന്നത്. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. എന്താ പറയുന്നത്? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറയാൻ ഞങ്ങൾ മഹാന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറയും. ഇത് മക്കയിലെ മുശ്രിക്ക് പറഞ്ഞ മറുപടിയാണ്. അത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഉസ്താദുമാരും പറയുന്നത്, ഉസ്താദുമാരും പഠിപ്പിക്കുന്നത്. മാനഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതാണോ? നിങ്ങൾ പരിഭാഷ നോക്കണം. ആരുടെ പരിഭാഷ? സമസ്തക്കാരുടെ പരിഭാഷ. ഇനി ഞാൻ പറയട്ടെ, ഈ ആയത്തിന്റെ വിശദീകരണം അല്ലാമത്തുർ റാസി റഹ്മഹുല്ലാഹ്. ആരാ റാസി? സമസ്തക്കാർ അംഗീകരിക്കുന്ന, സമസ്തക്കാർ റാസി ഇമാം എന്ന് പറയുന്ന മഹാനായ റാസി, അല്ലാമത്തുർ റാസി പറയുകയാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ റാസി ഇമാം പറയുകയാണെന്ത്? ഈ ആയത്തിന്റെ വിശദീകരണം ശ്രദ്ധിച്ചു കേട്ട ഉസ്താദുമാരെ,
ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇദാ സഅലഹും അൻ മുദബ്ബിരി ആദിഹിൽ അഹ്വാലി, റസൂലേ നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ ഫസയഖൂലൂന, അവർ പറയും ഇന്നഹുല്ലാഹു സുബ്ഹാനഹു വ തആല. ആരാണ് നിയന്ത്രിക്കുന്നത്? അല്ലാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ആര്? റാസി ഇമാം പറയുകയാണ് വഹാദാ യദുല്ലു അലാ അന്നൽ മുഖാതബീന, ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ആ മുഖാതബീങ്ങൾ ഉണ്ടല്ലോ, ആ അഭിസംബോധരുണ്ടല്ലോ, ആ മുശ്രിക്കുകൾ ഉണ്ടല്ലോ, ബിഹാദൽ കലാം, ഇത് പറഞ്ഞല്ലോ അള്ളയാണ് എല്ലാം തരുന്നതെന്ന് പറഞ്ഞ അവരുണ്ടല്ലോ, കാനൂ യഅരിഫൂനല്ലാഹ്, അവർക്ക് അല്ലാഹുവിനെ അറിയാം, വയുഖിറൂന ബിഹി, അവർ അല്ലാഹനെ സമ്മതിക്കുന്നുണ്ട്, വഹുമുല്ലദീന ഖാലൂ ഫീ ഇബാദത്തിൽ അസ്നാം, എന്നിട്ട് എന്തിനാ അവർ സനമുകളെ വിഗ്രഹങ്ങളെ ആരാധിച്ചത്? മഹാന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി എന്തിനാ അവിടെ പ്രാർത്ഥിച്ചത്? അവർ സഹായം തേടിയത്? അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഇന്നഹാ തുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. ആ മറുപടിയാണ് റാസി ഇമാം മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞ വിശ്വാസമാണ് ഇന്ന് ഉസ്താദുമാര് നമ്മുടെ നാട്ടിലും ഈ തലപ്പുഴ പ്രദേശത്തും വന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് അല്ലേ? എന്നിട്ട് ഞങ്ങൾ അഹ്ലുസ് സുന്നയാണെന്ന് പറയുന്നു. ആരുടെ വിശ്വാസമാ പേറുന്നത്? വീണ്ടും റാസി ഇമാം തുടരട്ടെ, വഇന്നഹും ശുഫാഉനാ ഇൻദല്ലാഹ്, ഞങ്ങളുടെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന, അള്ളാഹിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന മഹാന്മാരാണ് ഇവർ സ്വന്തമായി കൈയുള്ളവരല്ല, ഇവർ റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഉസ്താദ് എന്താ ക്ലിപ്പിൽ പറഞ്ഞത്? ഉസ്താദ് എന്താ ഇവിടെ നമ്മുടെ തലപ്പോയ പ്രദേശത്ത് ഒന്ന് പറഞ്ഞത്? അള്ളാഹുവെ നീയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ആരും വിളിക്കണില്ല. മക്കയിലെ മുശ്രിക്കും വിളിച്ചിട്ടില്ല. തെളിയിക്കാൻ കഴിയും, ഞങ്ങൾ തെളിയിക്കണം. ഇവിടെ മക്കയിലെ മുശ്രിക്കും വിളിച്ചിട്ടില്ല, ഖുർആനാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉലമാക്കളാ പറയണത്. ഏത് ഉലമാക്കൾ? സമസ്തക്കാർ അംഗീകരിക്കുന്ന ഉലമാക്കൾ. നോക്കൂ നിങ്ങൾ. എന്നിട്ട് അവർ റാസി ഇമാം പറയാണ് വകാനൂ യഅലമൂന അന്ന ഹാദിഹിൽ അസ്നാമ ലാ തൻഫഉ വലാ തദുറു, ഈ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധന്മാരുണ്ടല്ലോ, അവർ ഒരു ഉപകാരവും ഉപദ്രവവും സ്വന്തമായി ചെയ്യുന്നില്ല. ഒരു ഉപകാരം ഉപദ്രവം ചെയ്യൂല. ഞങ്ങൾക്കറിയാം അള്ളാഹ് കൊടുത്ത കൈകൊണ്ടാ. ഇവരെന്തേലും ചെയ്യണ്ടെങ്കിൽ അള്ളാഹ് കൊടുത്ത കൈകൊണ്ടാണ്, സ്വന്തമായി ഒന്നും ചെയ്യൂല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വീണ്ടും അദ്ദേഹം സൂചിപ്പിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാഇത്റാഫിക്കും ബിഅന്ന കുല്ലൽ ഖൈറാത്തി ഫിദ്ദുനിയ വൽ ആഖിറ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വഇഹ്സാനിഹി, എല്ലാ കാര്യങ്ങളും ഇവിടെ ദുനിയാവിൽ നടക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഇഹ്സാൻ കൊണ്ടുമാണ്. ആര് പറയുന്നു? മക്കാ മുശ്രിക്കുകൾ പറയുന്നു. എവിടെ പറയുന്നു? വിശുദ്ധ ഖുർആൻ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിപ്പിച്ചപ്പോ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നു. എന്ന് മാത്രമല്ല, മക്കാ മുശ്രിക്കുകൾ ചെയ്ത പണി എന്താ? അവർ അള്ളാഹിനെ ഇബാദത്ത് എടുക്കും, അമ്പിയൗലിയാക്കന്മാരെയും വിളിക്കും. അള്ളാഹിനെ ഇബാദത്ത് എടുക്കും, അമ്പിയൗലിയാക്കന്മാരെയും വിളിക്കും. എവിടെയാണ്? ഖുർആനിലുണ്ട്. നിങ്ങൾ സൂറത്ത് അങ്കബൂത്തിൽ 65-ാമത്തെ ആയത്ത് മുജാഹിദുകളുടെ തഫ്സീർ പരിശോധിക്കണ്ട. കോഴിക്കോട് വലിയ തഫ്സീർ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അതേപോലെ തന്നെ മറ്റുള്ള മഖ്ദൂം പിന്നെ തങ്ങളുടെ തഫ്സീർ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, പരിഭാഷ പരിശോധിച്ചു നോക്കൂ. എന്താ ആയത്ത്? ഞാൻ ആയത്ത് ഓതാം. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഞാനൊരു കഥ പറഞ്ഞില്ലേ ഇവിടെ? കഥ പറഞ്ഞില്ല, വെറുതെ പറഞ്ഞതല്ല. മക്കയിലെ മുശ്രിക്കുകൾ, മക്ക എന്ന് പറഞ്ഞാൽ ജസീറത്തുൽ അറബാണ്. അത് മൂന്ന് ഭാഗവും കടലാണ്. അവർ കടൽ മാർഗം കച്ചവടത്തിന് വേണ്ടി പല പ്രദേശങ്ങളിലും പോകുമ്പോ കപ്പല് കാറ്റിലും കോളിലും മുങ്ങി ഒരു രക്ഷയുമില്ല എന്ന് കപ്പിത്താൻ പറയുന്ന സമയത്ത് ഈ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകൾ അല്ലാഹനെ ആത്മാർത്ഥമായി വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെ? അല്ലാഹനെ ആത്മാർത്ഥമായി വിളിക്കുന്നു. ആരെ? കാഫിറുകളെ, മുശ്രിക്കുകളെ. കാഫിറുകളാണ്, മുശ്രിക്കുകളാണെന്ന് ഖുർആൻ പറഞ്ഞ മക്കാ മുശ്രിക്ക്. എവിടെയാ പറയുന്നത്? സൂറത്തുൽ അങ്കബൂത്തിലാണ്. ഏതാണ് ആയത്ത്? 65-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹ് പറഞ്ഞത്? ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ, അവർ അല്ലാഹനെ വിളിക്കുന്നു. ഇനി രക്ഷയില്ലെന്ന് കാണുമ്പോൾ, അതേപോലെ തന്നെ അമ്പിയൗലിയാക്കന്മാരൊന്നും രക്ഷപ്പെടുത്തില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അല്ലാഹനെ ആത്മാർത്ഥമായി വിളിക്കുന്നു. ഫലമ്മാ നജാഹും, അങ്ങനെ ആ റബ്ബ് അവരെ രക്ഷപ്പെടുത്തിയാൽ ഇദാ ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ വീണ്ടും അവരെ മഹാന്മാരെ വിളിക്കുന്നു. ആലോചിച്ച് നോക്കണം. അപ്പോ സഹോദരന്മാരെ, ഇവര് പഠിപ്പിച്ച വിശ്വാസം എന്താ? അള്ളയാണെന്ന് വിശ്വസിക്കാൻ മതി. ആരോട്? കബറിങ് പോയി എന്തും ചോദിക്കാണ്. കബറിങ് പോയിട്ട് എന്തും ചോദിക്കാണ് മഹാന്മാരോട്. എല്ലാം തരണം, ഞങ്ങൾക്ക് പ്രതീക്ഷ നിങ്ങളാണ്. അതേപോലെ തന്നെ എന്നാ നിങ്ങൾ ചെയ്തു തരണം. നേരിട്ട് വിളിച്ച് ഇബാദത്ത് എടുക്കുന്ന, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു അസ്ലാണ് അവർ പഠിപ്പിച്ചത്. മക്കാ മുശ്രിക്കിന്റെ വിശ്വാസമാണല്ലോ പഠിപ്പിച്ചത് അഹ്ലുസ് സുന്നയുടെ പേരിൽ. അതുകൊണ്ട് ആരോട് എന്തും ചോദിക്കാം, അല്ലാഹുവിനെ വിചാരിക്കാൻ മതി. അല്ലേ? നിങ്ങളൊരു ക്ലിപ്പ്, രണ്ടാമത്തെ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ സഹോദരന്മാരെ. ഞങ്ങളുടെ എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഖബറിൽ ചെന്നിട്ടാണ് ഈ പറയുന്നത്. കടന്നുറങ്ങിയവരാണ്. ബഹുമാനപ്പെട്ടവരെ, ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാഹ്.
ഞങ്ങൾ ഏറ്റെടുക്കണേ യാ വലിയല്ലാ. ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയല്ലാ. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എന്താ പറയണത്? ഞങ്ങളെ നോക്കണേ യാ വലിയല്ലാ. യാ അല്ലാന്നല്ല, ഞങ്ങളെ ഏറ്റെടുക്കണേ യാ വലിയല്ലാ. എന്നിട്ട് കൂടുതൽ കൂടുതൽ എന്താ പറയണെന്ന് അറിയോ? ആമീൻ. എന്താ പറയണത്? എപ്പോഴാണ് സഹോദരന്മാരെ നമ്മൾ ആമീൻ പറയാ? പ്രാർത്ഥിക്കുമ്പോഴല്ലേ നമ്മൾ ആമീൻ പറയാ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാനോടാണോ? അള്ളാനോടാണോ? ഇത് അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ച് ആമീൻ എടുക്കാനല്ലേ ഉസ്താദ്മാരോട് ഒന്ന് പ്രസംഗിച്ചത്? ഇതിന് മറുപടി പറയേണ്ട പ്രിയമുള്ളവരെ. നമ്മൾ ആരോടും വാശി തീർക്കുകയാണോ? ആ ക്ലിപ്പ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എല്ലാം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട CP ഉസ്താദ് ഞങ്ങൾക്കിവിടെ ദർസ് നടത്തുമ്പോൾ ഞങ്ങൾ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ദർസ് ജീവിതത്തിലൂടെ ഒരുപാട് വന്നു. ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ റാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവർകളെ, ബഹുമാനപ്പെട്ടവരെ, ഈ ദിവസത്തിൽ ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വഴികളൊക്കെ തുറന്നു തരണേ യാ വലിയല്ല. ഞങ്ങളോട് എത്തിച്ചേർന്നേ ബഹുമാനപ്പെട്ടവരെ. കയ്യരുതേ യാ സയ്യിദീ, ഞങ്ങളെ നോക്കണേ യാ സയ്യിദീ. മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവരെ. ഇങ്ങനെ തുടരുകയാണ്. അള്ളാഹിനോട് ചോദിക്കാനുള്ളതൊക്കെ ഖബറിന് പോയിട്ട് മഹാന്മാരോട് ചോദിക്കുകയാണ്. എന്നിട്ട് എന്താ പറയണത്? ആമീൻ, ആമീൻ. കാരണം എന്താ? അള്ളയെന്ന് വിചാരിക്കാഞ്ഞാ മതി, അള്ളയാണെന്ന് വിചാരിക്കാഞ്ഞാ മതി എന്ന് ഒരു അടിസ്ഥാനം, ലാ ഇലാഹ ഇല്ലല്ലാഹയെ തകർക്കുന്ന അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കിയിട്ട് ഉസ്താദ്മാരെ പഠിപ്പിച്ചു. ആരുടെ അടിസ്ഥാനമാണത്? മക്കാ മുശ്രിക്കിന്റെ അടിസ്ഥാനമാണ്. ആരുടെ അടിസ്ഥാനമാണത്? മക്കാ മുശ്രിക്കിന്റെയും അതേപോലെ തന്നെ ഷിയാക്കളുടെയും അടിസ്ഥാനമാണത്. അപ്പൊ അള്ളയാണെന്ന് വിചാരിക്കാഞ്ഞാ മതി. അപ്പൊ ആരോടും ചോദിക്കാം? കല്ലിനോട് ചോദിക്കാം, മരത്തിനോട് ചോദിക്കാം അല്ലേ? പാലക്കാട് ജില്ലയിൽ ഒരു മരംപള്ളി, നല്ല വലിയൊരു മരംപള്ളി. ആ ഏതോ മുസ്ലിയാർ പറഞ്ഞു ഇതിനെന്തോ ബർക്കത്തുണ്ട്, ഇതിന് ബർക്കത്തുണ്ട്. അതേപോലെ തന്നെ പാലക്കാട് പുത്തിരിപ്പാടത്ത് അതേപോലെ തന്നെ പിന്നെ അവിടെ കല്ലൗലിയുണ്ട്. ആ ക്ലിപ്പ് കൂടെ നിങ്ങൾ കാണും. ആരോടും ചോദിക്കാലോ. വോയിസ് ഇല്ല. കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ? ഒരു മരംപള്ളി, അതിന് പച്ച പട്ടക്കെട്ട് കൊടുത്തിട്ട് എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാണ്. ബാക്കിലെ ആളുകൾ ആമീൻ എടുക്കുന്നുണ്ട്. ഒരു തലയെക്കെട്ട് ഉസ്താദ് പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് അവിടുന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എവിടെ എത്തി ഈ ഉമ്മത്ത്? ഇസ്ലാമിന്റെ പേരിലാണ്, അഹ്ലു സുന്നയുടെ പേരിലാണ് ഈ പറയുന്നത്. നോക്ക് നിങ്ങൾ, വെറുതെ പറയുന്നത്. പാലക്കാട് ജില്ലയിലാണിത്, പാലക്കാട് ജില്ലയിലാണ് നടക്കുന്നത്. പിന്നെ അവിടെ നാട്ടുകൽ മക്കാമുണ്ട്, വലിയൊരു കല്ല്, ഒരു വലിയ കല്ല്, പാറക്കല്ല്. ആ പാറക്കല്ലിന്റെ അടുത്ത് പോയിടുന്നു ആയിരിക്കും. ഈ ക്ലിപ്പിന്റെ തുടക്കത്തിൽ അതില്ല. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇന്നും പോയാൽ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് അഹ്ലു സുന്നയുടെ പേരിൽ അവിടെ പഠിപ്പിക്കുന്നത്. ഇതാ ഒരു വലിയ കല്ല്, ഒരു പള്ളിന്റെ അടുത്ത് ഒരു വലിയ പാറക്കല്ല്. അപ്പൊ എന്താ? അള്ളാന്ന് വിശ്വസിക്കാൻ ഞാൻ മതി, ആരോടും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. ഇതാണ് സഹോദരന്മാരെ അവസ്ഥ. ഇതെല്ലാം ദീനിന്റെ പേരിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരന്മാരെ, നമ്മൾ അറിയേണ്ടത് എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ തലപ്പുഴ പ്രദേശത്തിലുള്ള എന്റെ സഹോദരന്മാരെ, സഹോദരികളെ, കച്ചവടക്കാരെ, നമ്മുടെ അമലുകളെല്ലാം ബാത്തിലാണ്. നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങൾ, ഇബാദത്തുകൾ എല്ലാം പൊളിഞ്ഞു പോകുന്നു. അള്ളാഹുവിന് ആവശ്യമില്ല അത്. ശിർക്ക് ചെയ്താൽ എല്ലാം അമലും ബാത്തിലായി. 100 ഹജ്ജ് ചെയ്ത ആളാണെന്ന് വിചാരിച്ചോ, അതേപോലെ തന്നെ 1000കണക്കിന് ഉംറ ചെയ്തു എന്ന് വിചാരിച്ചോ, അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് നമസ്കാരങ്ങൾ, കോടിക്കണക്കിന് രൂപ അള്ളാഹുവിന്റെ മാർഗത്തിന് ചെലവഴിച്ചു, ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രശ്നമില്ല. ഒന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. എവിടെ പറഞ്ഞു? വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബലിക. ഞാൻ സൂചിപ്പിച്ച ആയത്താണ്. റസൂലേ, താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും വഹി നൽകിയിട്ടുണ്ട്. എന്താ വഹി? എങ്ങാനും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഴച്ചാൽ എല്ലാ അമലുകളും ബാത്തിലായി പോകുന്നു. രണ്ടാമത്തെ അപകടം എന്താ സഹോദരന്മാരെ? രണ്ടാമത്തെ അപകടം നരകം. കാലാകാലം നരകത്തിലാണ്. ശിർക്ക് ചെയ്യുന്ന ആൾ കാലാകാലം നരകത്തിലാണ്. അവന്റെ പേര് മുഹമ്മദോ അതേപോലെ തന്നെ അബ്ദുൽ ഖാദിറോ ആയിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യുശ്രിക് ബില്ലാഹ്. ആരെങ്കിലും ഈ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ, ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഫഖദ് ഹറമല്ലാഹ്. എന്താ ഹറമ എന്ന് പറഞ്ഞാൽ? ഹറാമാണ്. എന്ത് ഹറാമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കുന്നു അൽ ജന്ന, സ്വർഗ്ഗം അവന് ഹറാമാണ്. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. ഇതിലേക്ക് വിളിക്കാനാണ് ഉസ്താദുമാരോട് വന്നത് എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഈ അഹ്ലുസ് സുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്ന ദീന് പഠിപ്പിക്കുന്ന തൗഹീദ്, ഇത് തകർക്കാൻ വേണ്ടി, ശിയാക്കളെ തൗഹീദ് ഉണ്ടാക്കാൻ, മക്കയിലെ മുശ്രിക്കുകളുടെ തൗഹീദ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഉസ്താദുമാര് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഞാനിവിടെ സമർത്ഥിക്കുന്നു, വെറുതെ പറഞ്ഞു പോല്ല. ഇവിടെ വന്ന ഉസ്താദ്
ഇവിടെ വലിയ ക്ലിപ്പിട്ട് നാടകം 2 സെക്കൻഡ് 3 സെക്കൻഡും ക്ലിപ്പിട്ട് തെറ്റിദ്ധരിപ്പിച്ച് കോട്ടിമാട്ടിയ ഉസ്താദ് ഇവിടെ അള്ളാന്റെ പേരിലും ഇമാമിങ്ങളുടെ പേരിലും മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ ചുച്ചക്കളവ് ഇവിടെ പറഞ്ഞത് ഇവിടെ മുജാഹിദുകൾ പിടിക്കുകയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ സഹോദരന്മാരെ എത്ര വലിയ സങ്കടകരമായ കാര്യമാണെന്ന് അറിയാമോ? നവവി ഇമാമിന്റെ പേരിൽ കളവ്. ഈ ശിർക്കിന് തെളിവില്ലാത്തതുകൊണ്ട് തെളിവുണ്ടാക്കുകയാണ്. ഖുർആൻ തിരുത്തുന്നു, അതേപോലെ തന്നെ തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ആയത്തുകൾ കൂട്ടിമാറ്റുന്നു, ഹദീസുകളുടെ അർത്ഥം കൂട്ടിമാറ്റുന്നു. അല്ലേ? എന്ന് അള്ളാഹ് പറയാണ്, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, വേറെ ഇലാഹുകൾ ഉണ്ടാക്കുന്ന ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലാ ബുർഹാന ലഹു ബിഹി, അവർക്കൊരു തെളിവുമില്ല. ഖുർആനിൽ അവർക്ക് തെളിവില്ല, അതേപോലെ ഇസ്ലാമിൽ അവർക്ക് തെളിവില്ല. മക്കാ മുശ്രിക്കിന്റെ അടുത്താണ്, അതേപോലെ തന്നെ ഷിയാക്കളുടെ അടുത്താണ്. ആ തെളിവ് ഏതായാലും ഇവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് വേണ്ട, തലപ്പോയ നിവാസികൾക്ക് വേണ്ട, കേരളക്കാർക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഖുർആൻ ഇന്ന് തെളിവുണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്നാണ് ഇവർ വരുന്നത്, ദുർവ്യാഖ്യാനത്തിന്റെ ഫാക്ടറിയിൽ നിന്നാണ് ഇവർ വരുന്നത്. എന്താണ് സഹോദരന്മാരെ? ഖുർആൻ അതേപോലെ തന്നെ ഇതൊക്കെ കോട്ടിമാറ്റിക്കൊണ്ട് അർത്ഥം പറയുന്നു. ഞാനിവിടെ സൂചിപ്പിക്കട്ടെ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ 64 സൂറത്തുൽ നിസാഇലെ 64-ാമത്തെ ആയത്ത്. ഏതാ ആയത്ത്? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന ആയത്ത്. അഥവാ മുനാഫിക്കുകളായ ആളുകൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് പൊരുത്തമില്ലാത്ത ചില സംഗതികൾ ചെയ്തു. എന്നോട് നിങ്ങൾ പൊരുത്തമില്ലാത്ത സംഗതി ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോടൊന്ന് പൊരുത്തപ്പെടിപ്പിക്കണം, അള്ളാഹിനോട് തേടണം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ റസൂലേ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണം റസൂലേ എന്ന് പറയുകയും പിന്നെ അള്ളാഹിനോട് തേടുകയും ചെയ്താൽ അള്ളാഹ് പൊറുത്തു തരും എന്ന് പറയുന്ന ആയത്താണത്. ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് പുറത്തരണേ, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ, അല്ലാഹുവേ റസൂലുള്ളാഹി ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹിനെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്ന നബിയോട് പറയേണ്ട ആയത്ത്. ഈ ആയത്ത് ഓതിയിട്ട് ഇതിലൊരു തെളിവില്ല. ഈ ആയത്ത് ഓതിയിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി, ആരാ ഇമാം നവവി? 2ാം ഷാഫി എന്നറിയപ്പെടുന്ന സ്വന്തം, ഞങ്ങൾ ഷാഫി മദ്ഹബാരാന്നാ പറയാ, സ്വന്തം ഇമാമിന്റെ പേരിൽ ശുദ്ധ കളവ് പറയാണ്. ഇവിടെ ഞാനിവിടെ കാണിച്ചു തരാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ ഇമാം ഷാഫി അല്ല, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ആയത്ത് ഓതിയിട്ട് ഇർതകബതു അലൽ ഖതാ, റസൂലേ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ തെറ്റുകൾ പുറത്തു തരണേ എന്നുള്ള ഇർതകബതു ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. നബിയോട് തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ, നബിയോട് തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി തേടാൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് ഓതിയിട്ട് പഠിപ്പിച്ചു എന്ന് ഇവിടുത്തെ ഉസ്താദ്, ഇവിടെ പിന്നെ പ്രസംഗിച്ച ഉസ്താദ് ശുദ്ധ കളവ് പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ ബാക്കി പറയാം. എന്നാൽ മൗലവിമാരെ ആയത്തോതുമ്പോ എന്താണ് അതൊരു സംഭവമാണെന്ന് തോന്നാത്തത് നിങ്ങള് പച്ച നോണ ഖുർആനിന്റെ പേരിൽ പറയും. ഈ ഒരു മിനിറ്റ് ഉദാഹരണത്തിന് നോക്ക്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വലൗ അന്നഹും യളമു, അഥവാ ഇയാള് പച്ച നോണ ഖുർആന്റെ പേരിൽ പറയാൻ നിൽക്കാണ്. അപ്പോ അതായത് തന്നെ മൗലവിമാരുടെ മേത്തേക്ക് വെച്ചെട്ടി കൊടുത്തിട്ട് ഇയാൾ പറയണമെന്ന് കേട്ടു. തുടക്കത്തിൽ ഒന്നിട്ടു. എന്നാൽ മൗലവിമാരെ ആയത്തോതുമ്പോ എന്താണ് അതൊരു സംഭവമാണെന്ന് തോന്നാത്തത് നിങ്ങള് പച്ച നോണ ഖുർആനിന്റെ പേരിൽ പറയും. ഈ ഉദാഹരണത്തിന് നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തു ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് ദോഷം അള്ളാഹു താല പുറത്തു തരാൻ വേണ്ടി നിങ്ങളൊന്ന് പറഞ്ഞളി എന്ന് അള്ളാഹു താല പറയുന്ന ആയത്താണ്. വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇർതകബത്തു ചൊല്ലണത് ശിർക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആയത്തോതും. ആ ആയത്തോതി ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുത്തുനബിയുടെ ജാറം സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞ് അവിടുത്തെ ഹബീബെ എനിക്ക് സലാം പറഞ്ഞു പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം. വന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭിമുഖമായി നിൽക്കണോ, എന്നിട്ട് അവിടെ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം ദോഷം പുറത്തു കിട്ടാൻ. പോരാ, അള്ളാഹുവിനോട് ദുആ ചെയ്തതിന്റെ പുറമെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയണം, നബിയേ ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വദാദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയേ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് മുത്തുനബിയെ, അള്ളാഹിനോട് ഞങ്ങളുടെ പൊറുക്കലിനെ തേടിയിട്ടുണ്ട് നബിയെ. ആ അള്ളാഹു താല ഞങ്ങളെ പൊറുക്കലിനെ തേടലൊന്ന് സ്വീകരിച്ചു കിട്ടാൻ, ഞങ്ങളുടെ ദോഷം അള്ളാഹു താല പുറത്തു തരാൻ വേണ്ടി അങ്ങൊന്ന് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് റെക്കമെൻഡ് പറയണം നബിയേ എന്ന് മുത്തുനബിയുടെ ജാറത്തിന്റെ അടുത്ത് പോയി പറയണമെന്ന് ഈ ആയത്ത് വെച്ചിട്ട് കേട്ടില്ല നിങ്ങള്? അഥവാ വലൗ അന്നഹും യളമു അൻഫുസഹും എന്നുള്ള ആയത്ത് ഓതിയിട്ട്
മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇർതകബതു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. നബിയെ, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല, ഞങ്ങളുടെ തെറ്റുകൾ റസൂലേ താങ്കൾ പൊറുത്തു തരണേ എന്ന് പറയുന്ന മാലയിലെ ഒരു വരി, ശിർക്കൻ വരി, റസൂലുള്ളാഹിനോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പറയുന്ന, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി പറയുന്ന മാലയുടെ ഒരു വരി ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ കെട്ടിവെക്കുകയാണ്. ഞാൻ വെല്ലുവിളിക്കുന്ന ഈ ഉസ്താദിനെ, ഇമാം നബവി ഏത് കിതാബിലാണിത് പറഞ്ഞത്? ഇമാം നബവി ഈ ആയത്തോതിയിട്ട് ഇർതകബത്തു ചൊല്ലാൻ, ഇർതകബത്തു അല്ലാഹുവിന്റെ പ്രവാചകരോട് വിളിച്ച് സഹായം ചോദിക്കാൻ, പാപങ്ങൾ പൊറുക്കൂ പ്രവാചകരെ, എന്റെ ദോഷങ്ങൾ പൊറുക്കൂ പ്രവാചകരെ എന്ന അർത്ഥം വരുന്ന ഇർതകബത്തു അലൽ ഖതാ ഗൈറ അസ്രിൻ വഅദദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന മൗലിദ് കിതാബിലെ ശിർക്കൻ വരി മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു എന്നുള്ളത് ഏത് കിതാബിലാണ് എന്നുള്ളത് ഈ ഉസ്താദ് ഇവിടെ ഒന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഈ ഉസ്താദ് തെളിയിക്കേണ്ടത് പച്ച നോണ ഇമാമിങ്ങളെ പേര് പറയാണ്, പച്ച നോണ ഇമാമിങ്ങളെ പേര്. ഞാൻ ചോദിക്കട്ടെ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ജീവിച്ച ദിവസങ്ങളും അദ്ദേഹം എഴുതിയ കിതാബിന്റെ പേജും കൂടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഒന്നിൽ കൂടുതൽ പേജുകൾ, അഥവാ ദശക്കണക്കിന് നൂറുകണക്കിന് കിതാബുകൾ എഴുതിയ ആൾ അദ്ദേഹം. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഔലുസുന്നയുടെ ഇമാമാണ് ഇമാം നബവി അലൈഹി, അല്ലേ? ഈ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഏത് കിതാബിലാണ് ഈ ആയത്തോതിയിട്ട് ഇർതകബത്തു ചൊല്ലാൻ പഠിപ്പിച്ചത്? ശുദ്ധ നുണ, കരിന്നോണ അവിടെ ഒന്ന് പറയാണ്. ദീനിന്റെ പേരിൽ, അള്ളാന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, ഇമാമിങ്ങളുടെ പേരിൽ ഇമാം നബവി അദ്കാർ പറഞ്ഞിട്ടുണ്ടോ? മജ്മൂല് പറഞ്ഞിട്ടുണ്ടോ? ഇമാം നബവി മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ടോ? അതല്ല അർബഊൻ നബവിയിൽ പറഞ്ഞിട്ടുണ്ടോ? അതല്ല തിബിയാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇമാം നബവിയുടെ ദശക്കണക്കിന് കിതാബുകളിൽ പറഞ്ഞിട്ട് ഏത് കിതാബിലാ പറഞ്ഞത്? തെളിയിക്കാൻ ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. മനസ്സിലായില്ലേ? അള്ളാന്റെ റസൂലിനോട് ദോഷം പൊറുക്കാൻ, റസൂലെ നിങ്ങൾ ദോഷം പൊറുക്കണേ എന്ന ശിർക്ക് അല്ല പഠിപ്പിക്കാത്ത, റസൂലുള്ള മുത്തനബി പഠിപ്പിക്കാത്ത, സഹാബത്ത് പഠിപ്പിക്കാത്ത, ഇമാമിങ്ങൾ പഠിപ്പിക്കാത്ത കാര്യം, ദീന് പഠിപ്പിക്കാത്ത കാര്യം അവർക്ക് ദീനിൽ നിന്നും കിട്ടുന്നില്ല. ഇമാമിങ്ങളുടെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ സമസ്തയുടെ ഉസ്താദുമാർ ഈ സ്റ്റേജിൽ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലേ? ഉസ്താദ്, ഇത് നിങ്ങൾ പറയാൻ പാടില്ല, ഇമാം നബിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയാൻ പാടില്ലായിരുന്നു, ഇമാം നബിന്റെ പേരിൽ നിങ്ങൾ കളവ് പറയാൻ പാടില്ല, നമ്മൾ ഇമാമല്ലേ, എന്തിനാണ് നിങ്ങൾ കളവ് പറയുന്നത്? നിങ്ങൾ വേറെ ആരെങ്കിലും പേരിൽ പറഞ്ഞോ? വഹാബികളെ മോശമാക്കിക്കോ. ഇമാം നബവിന്റെ പേരിൽ ഇമാം നബി പറയാത്ത കാര്യം ആയത്തോതിയിട്ട് കള്ളത്തിന് പറയാൻ നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. ഇവിടെയുള്ള ഈ സമസ്തയുടെ അഥവാ യഥാർത്ഥ ഒറിജിനൽ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. നിങ്ങൾ സാധാരണ പറയുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ സാധാരണ അങ്ങനെയുള്ള തട്ടിപ്പൊക്കെ നിങ്ങളും ചിലത് നടത്തുന്നുണ്ടെങ്കിലും നിങ്ങൾ ഓല് നടത്തുമ്പോൾ നിങ്ങൾ പറയാറുണ്ടല്ലോ, ഇവിടെ കള്ള മുടി കൊണ്ടുവന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബോംബെയിലെ ഏതോ ജാലിയൻവാലയുടെ അടുക്കൽ നിന്നും ഒരു അമ്മുവിന്റെ മുടി കൊണ്ടുവന്നു, അല്ലേ? സമസ്തക്കാരെ, യഥാർത്ഥ സമസ്തക്കാരെ, സമസ്തക്കാരെ സനതി ചോദിച്ചു. അവര് മുടി വിറ്റ് വെള്ളം ഉണ്ടാക്കുന്ന കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ഇതിന് സനതി ചോദിച്ചു, പിടികൂടി, അല്ലേ? അതിനേക്കാൾ അപ്പുറം മുജാഹിദുകൾ പിടികൂടിയിരുന്നു. ഇപ്പോൾ ആ മുടി വല്ലാതെ കേൾക്കാറില്ല, അല്ലേ? എന്തെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ കൊന്നാണ് എന്ന് ഇവിടെ വന്നിട്ടുള്ള വഹാബ് സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാർ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മാന്യത ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചില ക്ലിപ്പുകൾ ഇടാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ പാണക്കാട് സയ്യിദന്മാരെ കുറിച്ച് തെറി പറഞ്ഞ എത്ര ക്ലിപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന് പറ്റിയ വേദിയല്ല ഇത്, ഞങ്ങളുടെ സംസ്കാരമല്ല അത്. പാണക്കാട് സയ്യിദന്മാരെ കുറിച്ച്, അല്ലേ, ഈ കെയിലെ പണ്ഡിതന്മാരെ കുറിച്ച്, മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ഈ അലവി സഖാഫി തെറി പറയുന്ന ക്ലിപ്പുകളുണ്ട്. പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളെ കുറിച്ച് മോശമാക്കുന്ന ഒരു സ്ത്രീയുമായി കൂടിപ്പറിച്ച് സംസാരിക്കുന്ന ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ അത് ഇടുന്നില്ല? ഞങ്ങളുടെ മാന്യത അനുവദിക്കുന്നില്ല. നിങ്ങളുടെ പണി ഞങ്ങൾ എടുക്കൂല. ഞങ്ങൾ അഹ്ലുസ് സുന്നയുടെ ആളുകളാണ്. ഇമാമിങ്ങളുടെ പേരിൽ കളവ് പറയുന്ന ആളുകളല്ല. അതുകൊണ്ട് ഈ തലപ്പുഴ പ്രദേശത്ത് വന്ന് നിങ്ങൾ കളവ് പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിയാരെ വെല്ലുവിളിക്കുന്നു. എന്റെ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ, അത് ഏത് വിഭാഗമാകട്ടെ, നിങ്ങൾ ചോദിക്കണം, ഇർതകബതു അലൽ ഖതാ എന്ന കള്ളവചനം, പൊള്ളവചനം, ശിർക്കിന്റെ വചനം ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വലൗ അന്നഹും യളമു ജാഊക എന്ന ആയത്തിന് വിശദീകരണമായിക്കൊണ്ട് ഇമാം നബവിയുടെ ഏത് കിതാബിലാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ തെളിയിക്കണം. ഇലായോമിൽ ഖിയാമത്തിന് സാധിക്കുകയില്ല നിങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പൊറാട്ട് നാടകമാണ് ഇവിടെ നടന്നത്. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഇയാൾ ഇങ്ങനെ കുറെ കള്ളത്തരങ്ങൾ പറയുന്ന ആളാണ്.
എല്ലാ വേദിയിലും ഇങ്ങനെ ഇമാമിങ്ങളെ ഞങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ഇവിടെ ക്ലിപ്പിട്ടിട്ട് കട്ടുമുറിച്ച ക്ലിപ്പുകൾക്ക് മുജാഹിദുകൾ ആദർശം മാറ്റി, അതേപോലെ തന്നെ കയ്യിലുള്ള കാലിലുള്ള എന്തെല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് സങ്കടമല്ല ഈ ഇമാമിങ്ങളെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും അള്ളാഹിന്റെ കലാമിനെ തിരുത്തുന്ന ആളുകൾ ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് എന്ത് ബേജാറുള്ളത്? അള്ളാഹുവിന് ഗൗരവം കാണാത്ത ആളുകൾ ഞങ്ങൾക്ക് ഗൗരവം കാണും. പാവപ്പെട്ട സാധുക്കളാ ഞങ്ങൾക്ക് എന്ത് ഗൗരവം കാണും? ഒരു ഗൗരവം ഇത്തരക്കാർ കാണണ്ട. അള്ളാഹിന്റെ കലാമിനും ഗൗരവം കണ്ടാൽ മതിയായിരുന്നു. അള്ളാഹിന്റെ ഹബീബിന് ഗൗരവം കണ്ടാൽ മതിയായിരുന്നു. സലഫ് സ്വാലിഹീങ്ങളായ ഇമാമുകൾക്ക് ഗൗരവം കണ്ടാൽ മതിയായിരുന്നു. അവരെയല്ലേ ഈ മോശമാക്കുന്നത്? അവരുടെ പേരിലല്ലേ കള്ളം പറയുന്നത്? ഇയാൾ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്ന ആളായതുകൊണ്ട് തന്നെ ഇയാളുടെ പിന്നെ ഞാൻ പറയുന്നില്ല, മോശപ്പെട്ട നാവിനെ എന്ന് പറയാം. മോശപ്പെട്ട നാവിനെ, കള്ളം പറയുന്ന നാവിനെ അള്ളാഹു ഒന്ന് സീല് വെച്ചിരുന്നു. കുറച്ചു കാലം ഇയാൾ ഒളിവിലൊക്കെ ആയിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ലേ, രംഗത്തൊന്നും കണ്ടില്ല. അള്ളാഹു ഒന്ന് പിടിച്ചു ഇയാളെ. പോലീസ് പിടിച്ചു എന്നും അല്ലാതെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായാലും പത്രത്തിലൊക്കെ വാർത്ത വന്നു. ഞങ്ങളിത് പറയുന്നില്ല, ഞങ്ങൾ മാന്യത അനുവദിക്കുന്നില്ല. കുറച്ചു കാലം സംസാരമൊന്നുമില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച അതിൽ നിന്ന് ഇയാൾ പാഠം. ഇക്കോലത്തില് ഇമാമിങ്ങളെ കുറിച്ച് കളവ് പറയല്ലേ? അള്ളാഹു അയാളുടെ നാവിനൊന്ന് മൂക്കയറിട്ടു. അയാൾക്ക് മൂക്കയറിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചു മാസങ്ങൾ. പിന്നെ രണ്ടാമതും തലപൊക്കിയത്. നമ്മൾ വിചാരിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് അള്ളാഹു എനിക്ക് തന്ന ശിക്ഷയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. എന്ത് ഒരു കൂസലുമില്ല അല്ലേ? ഇതിലെ സഹോദരന്മാരെ അവസ്ഥ. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, അള്ളാന്റെ കലാമ് തിരുത്തുന്ന ആൾക്കാരാണ് ഇവര്. അള്ളാഹുവിന്റെ കലാമ് തിരുത്തുന്ന ആൾക്കാരാണ്. സുലൈമാൻ സഖാഫി മാളിയേക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ ആയത്ത് തിരുത്തി. ജൂതൻ പോലും ഖുർആൻ ആയത്ത് തിരുത്താൻ ഒന്ന് പേടിക്കും അല്ലേ? ഇവിടെ സംസാരിച്ച ഉസ്താദിന്റെ ടീമിലുള്ള ആളാ. അതിനൊക്കെ കൂട്ടൊന്നും കൊടുക്കാൻ പാടുണ്ടായിരുന്നു. സമസ്തക്കാരെ, യഥാർത്ഥ സമസ്തക്കാരെ, ഈക്കക്കാരെ അല്ലേ? നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഖുർആൻ തിരുത്ത സമയത്ത് ഇവിടെ സലഫികൾ പിടികൂടി ഖുർആന്റെ ആയത്ത് തിരുത്തി. സഹോദരന്മാരെ, ജൂതൻ പോലും പേടിക്കുന്ന സംഗതിയാ. അദ്ദേഹം ഒരു കിതാബ് എഴുതി. ആ കിതാബിൽ തവസ്സുൽ എന്നൊരു ഭാഗമുണ്ട്. ഏതാ ആയത്ത് തിരുത്തിയത്? അതൊന്ന് കാണിച്ചു കൊടുക്കൂ. ഏതാ ആയത്ത് തിരുത്തിയത്? നമ്മൾ ഇവിടെ ഒന്ന് ഓതിയ സൂറത്ത് നിസായിലെ 64-ാമത്തെ ആയത്ത്. സൂറത്ത് നിസായിലെ 64-ാമത്തെ ആയത്ത്. ഇവിടെ ആ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന ആ സഖാഫി ആയത്ത് കൊണ്ടുവന്നു. എന്താ ആയത്ത് എന്നറിയോ? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂല. ഖുർആനിൽ എന്താണത്? റസൂലു. വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നാണ് ഖുർആനിലുള്ളത്. റസൂല എന്ന ആയത്ത് തിരുത്തി. അപ്പോൾ മുജാഹിദുകൾ പിടികൂടി, യഥാർത്ഥ സമസ്തക്കാരും പിടികൂടി. അപ്പോ അവര് പറഞ്ഞു, ഒരു ഹർക്കത്ത് മാറിയതല്ലേ, അത് അക്ഷരപിശാചാണ്. എന്തിനാ തിരുത്തിയെന്നറിയോ? അവർക്ക് അവരുടെ ഈ പറയപ്പെട്ട ശിർക്കൻ വിശ്വാസം അവർക്ക് എന്താക്കണം? ജനങ്ങൾക്ക് പഠിപ്പിക്കണം. ആയത്തില്ല, അതിന് ആയത്ത് തിരുത്തി, ഹർക്കത്ത് മാറ്റി. ആര്? AP സമസ്തയിലെ വലിയ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ആള്. നിങ്ങൾക്കറിയോ? ഇവിടെ വായാടിയായി സംസാരിച്ച ഈ ഉസ്താദിന്റെ പിന്നെ ഉസ്താദായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തിൽപ്പെട്ട ആള്. അപ്പോ അവര് പറഞ്ഞത് അത് ഹർക്കത്ത് മാറിപ്പോയതാണ്, അക്ഷരപിശാചാണ്. ഞാൻ പറയട്ടെ, അക്ഷരപിശാചാണെങ്കിൽ ആയത്തിന്റെ അർത്ഥം മാറോ? അർത്ഥവും മാറ്റി. എന്താ അർത്ഥം നോക്കൂ. നിശ്ചയമായും സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ. കാണിച്ചു കൊടുത്തോളൂ ആണെങ്കിൽ ആ ക്ലിപ്പ്. എന്താണ് നിശ്ചയമായും? എവിടെ? നിശ്ചയമായും സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച്, അഥവാ നബി തങ്ങളെ സമീപിച്ച് അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ. ആരോട്? അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ. ആ ഉമ്മയുടെ മയ്യത്തിനരികിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോടും റസൂലിനോടും പാപമോചനം തേടിയാൽ എന്ന് അർത്ഥം മാറ്റിക്കൊടുത്തു. ആയത്ത് തിരുത്തി. അപ്പോ ഒരു പറഞ്ഞു അക്ഷരപിശാചാണ്. ശരി, അർത്ഥം തിരുത്തിയതോ? നിങ്ങൾ ചോദിക്കണം സഹോദരന്മാരെ, എന്താണ് അങ്ങനെ അള്ളാഹുവിന്റെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കാൻ ജാറങ്ങളും മക്ബറുകളും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ, സ്വലാത്ത് വിറ്റ് കാശാക്കുന്നു, സ്വലാത്ത് വാർഷികങ്ങൾ, അതേപോലെ തന്നെ ഉറൂസുകൾ, നേർച്ചകൾ, ഇതെല്ലാം സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ഏർപ്പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, നീമാപ്പള്ളി ജാറും കഴിഞ്ഞ വർഷം ലേലത്തിന് വിറ്റത് 7.5 കോടി രൂപക്കാണ്. 7.5 കോടി രൂപക്ക് ജാറ വ്യവസായങ്ങൾ അങ്ങനെയാണ്. ഈ ജാറ വ്യവസായങ്ങൾ കൊഴിപ്പിക്കാൻ, അതേപോലെ തന്നെ ചില ആളുകൾക്ക് പള്ളയും കീശയും വീർപ്പിക്കാൻ ഇങ്ങനെയുള്ള ആയത്ത് തിരിമറി നടത്തണം, ഹദീസുകൾ തിരിമറി നടത്തണം, ഇമാമിങ്ങളുടെ പേരിൽ പിന്നെ കളവ് പറയണം അല്ലേ?
എന്നിട്ട് ഇതൊക്കെ ഒന്ന് ചോദിക്കണ്ടായിരുന്നു, ഇതൊക്കെ ചോദിക്കണമായിരുന്നു ഇവിടുത്തെ ഈ സമസ്തയുടെ ആളുകൾ. എന്നിട്ടല്ലേ വേദിയിലേക്ക് വരേണ്ടത്? പെങ്ങന്മാരെ കുറിച്ച് കുറ്റം പറഞ്ഞതും അതേപോലെ തന്നെ തെറി പറഞ്ഞതും ഞങ്ങളൊക്കെ ഐക്യത്തിലാണെന്ന് പറഞ്ഞു. എന്ത് ഐക്യത്തിലാ സഹോദരന്മാരെ? ഇപ്പൊ രണ്ട് സമസ്തയും 100ാം വാർഷികം കൊണ്ടാടുന്ന തിരക്കിലാണ്. രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങൾക്കാണ് അവകാശം, മറ്റൊരു പറയുന്നത് ഞങ്ങൾക്കാണ് അവകാശം. AP സമസ്തയും ഈ സമസ്തയും 100ാം വാർഷികം. ഐക്യത്തിലാണെങ്കിൽ എന്തിനാ 100ാം വാർഷികം? ഐക്യത്തിലാണെങ്കിൽ എന്തിനാ 100ാം വാർഷികം? അതേപോലെ തന്നെ 1989 നിങ്ങൾ എന്തിനാ പിരിഞ്ഞത്? എന്താ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായത്? നാട് മുഴുവൻ സ്റ്റേജ് കെട്ടി തെറിപ്പാട്ടുകളും തെറിപ്പൂരങ്ങളും ഭരണിപ്പാട്ടുകളുമായിരുന്നല്ലോ EKയും APയും. നിങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ? പാണക്കാട് സയ്യിദന്മാരെ കുറിച്ച് ഈ ഇവിടെ വന്ന മുസ്ലിയാരടക്കം തെറി പറഞ്ഞുകൊണ്ട് ഭരണിപ്പാട്ട് നടത്തിയില്ലേ? ഇതൊക്കെ അറിയാതെയാണോ ഇവിടെ ഒരേ സ്റ്റേജിൽ ഞങ്ങൾ മുജാഹിദുകൾക്കെതിരാണ്, സത്യത്തിന്റെ ആളുകൾക്കെതിരാണെന്ന് പറഞ്ഞു വന്നത്? ഒന്ന് നോക്കേണ്ടിയിരുന്നില്ലേ എന്ന് EK സമസ്തക്കാരുടെ ഉസ്താദുമാരോടുകൂടി ചോദിക്കണം. അവരും മോശമൊന്നുമല്ല. ഇവിടെ സംസാരിച്ച 3 ഉസ്താദുമാർ, ഒരു ഉസ്താദിന്റെ കളവ് ഇമാം നബിയുടെ പേരിൽ, ഖുറാന്റെ പേരിൽ കളവ് പറഞ്ഞവൾ പിടിച്ചു. നിങ്ങൾ ഓർത്തു വെക്കണം. എന്നെ ശബ്ദം കേൾക്കുന്ന EKക്കാരും APക്കാരും എല്ലാവരും ഇത് പ്രത്യേകം ചോദിക്കണം. എവിടെയാണ് ഇമാം നബി ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ കള്ള മൗലിദ് കൊണ്ടുവന്നത്? ചോദിക്കണം. ഇനി രണ്ടാമത് ഇവിടെ സംസാരിച്ച മറ്റൊരു ഉസ്താദ് അയാൾ ശുദ്ധ നുണ പറയുന്നു. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ിൽ നിന്നുകൊണ്ട് ഒരു ഫാത്തിഹ സൂറത്ത് ഓതുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ ആരെയാണ് ലോകത്ത് നമുക്ക് ബിദ്അത്തുകാരെയല്ലാതെ കാണാൻ കഴിയുക? ആർക്കാണ് ഈ ഒരാശയത്തെ ഉൾക്കൊള്ളാൻ കഴിയുക? തുടക്കം കേട്ടില്ലല്ലോ. ആ ഉമ്മയുടെ മയ്യത്തിനരികിൽ നിന്നുകൊണ്ട് ഒരു ഫാത്തിഹ സൂറത്ത് ഓതുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ ആരെയാണ് ലോകത്ത് നമുക്ക് ബിദ്അത്തുകാരെയല്ലാതെ കാണാൻ കഴിയുക? മതി. എന്താ പറയുന്നറിയോ? ഇവിടെ മുജാഹിദുകളായ ആളുകൾ പറയണത് സ്വന്തം വാപ്പ മരിച്ചെടുക്കുന്ന സമയത്ത്, ഉമ്മ മരിച്ചെടുക്കുന്ന സമയത്ത് ആ ഉപ്പയുടെ മയ്യത്തിന്റെ അടുക്കൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഖുർആൻ ഓതിയാൽ അത് ശിർക്കാണ് എന്ന് പറയുന്നത് ഇവരെ അല്ലാതെ ആരെ കാണാൻ പറ്റുക? ഞാൻ വെല്ലുവിളിക്കുന്നത്, എവിടെയാണ് ഉസ്താദ് അത് പറഞ്ഞത്? മയ്യത്തിന്റെ അടുക്കൽ സ്വന്തം മോന് ഖുർആൻ ഓതുന്നത് ശിർക്കാണെന്ന് മുജാഹിദുകൾ എവിടെയാണ് പറഞ്ഞത്? നിങ്ങൾ തെളിയിക്കാൻ പറ്റും? ഇവിടെ സംസാരിച്ച ഓരോരുത്തരും കളവുകളുടെ ഘോഷയാത്ര. ഇതൊന്നും പിടിക്കപ്പെടില്ല നിങ്ങൾ വിചാരിച്ചോ? ഇതൊക്കെ പിടിക്കപ്പെടില്ല നിങ്ങൾ വിചാരിച്ചോ? നമ്മൾ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? അഹ്ലുസുന്ന എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹിയും സഹാബത്തും എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? ഇമാമിങ്ങൾ എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? ഒരു വാപ്പ മരിച്ചു, ഒന്ന് ശിർക്കാണെന്നാ പറഞ്ഞത്. എന്താണ് ശിർക്ക് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് മരിച്ചയിടത്ത് എന്റെ വാപ്പ മരിച്ചു, എന്റെ ഉമ്മ മരിച്ചു, ഞാൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും എന്റെ വാപ്പയുടെ അക്കൗണ്ടിലേക്ക് ചെല്ലും. സ്വന്തം മക്കൾ ചെയ്യുന്നത് യാതൊരു സംശയവുമില്ല. കാരണം ആ വാപ്പ എന്നെ ദീനിയായി വളർത്തി. ഞാൻ ചെയ്യുന്ന ഏതമലാണ്, ഖുർആനോത്താകട്ടെ, ഏതമലാകട്ടെ, ദാനധർമ്മമാകട്ടെ, ഞാൻ എന്റെ വാപ്പയുടെ പ്രീതിക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ അല്ലാതെ ചെയ്യുന്നതുമെല്ലാം എന്റെ വാപ്പയുടെ തിരുശേഷിപ്പാണ്. ഞങ്ങൾ എന്തിനാ എതിർത്തത്? ഒരാൾ മരിച്ചു പോകുന്നു, നാട്ടുകാരെല്ലാവരും വരുന്നു, മഹല്ലിലെ മുസ്ലിയാർ കൂട്ടങ്ങളൊക്കെ വരുന്നു, എന്നിട്ട് അവരൊക്കെ കത്തും തീർക്കുന്നു, എന്നിട്ട് അവർ നന്നായി കൈമടക്ക് വാങ്ങുന്നു, നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നു. ഇവർ ഓതിയതെല്ലാം മയ്യത്തിന് പാർസൽ ചെയ്യുന്നു. അതിന് ദീനിൽ തെളിവില്ല എന്നാണ് മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് ദീനിൽ തെളിവില്ല. സ്വന്തം മക്കൾ ചെയ്യണൊക്കെ വാപ്പാക്ക് കിട്ടും. അത് നിങ്ങൾക്കറിയാം. മുജാഹിദുകളുടെ പേരിൽ ശുദ്ധ നോണ നിങ്ങൾ പറഞ്ഞു വിടില്ലേ? മുജാഹിദുകളുടെ പേരിൽ ശുദ്ധ കളവുകൾ ഇവൾ പറഞ്ഞു വിടുകയാണ്. ഇനി സഹോദരന്മാർ, ഇവരുടെ കാര്യമായിട്ട് പറഞ്ഞത്, ഇവിടെ മുജാഹിദുകൾക്ക് നബിയോട് സ്നേഹമില്ലാത്തവരാണ്. മുജാഹിദുകൾക്ക് നബിയോട് സ്നേഹമില്ല, ദിക്ർ ചൊല്ലാത്തവരാണ്, ഖബർ സിയാറത്ത് ഇല്ലാത്തവരാണ്. ഇവിടെ നമ്മൾ ഖബർ പൂജയെയും ഖബറിന്റെ പേരിലുള്ള ചൂഷണത്തെയും എതിർക്കുമ്പോൾ നമ്മളെ കുറിച്ച് പറയണത്, നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു? ഖബർ സിയാറത്ത് ഇല്ലാത്തവരാണ്. കള്ള സ്വലാത്തുകളെ, സ്വലാത്ത് വാർഷികങ്ങളെ, സ്വലാത്ത് മാമാങ്കങ്ങളെ, സ്വലാത്തിന്റെ പേരിൽ പൈസ പിരിവ് നടത്തുമ്പോൾ നമ്മൾ അത് എതിർക്കുമ്പോൾ സ്വലാത്തില്ലാത്തവരാണ് എന്ന് പറയുന്നു. ആണോ സഹോദരന്മാരെ? ഞങ്ങൾ ആരാന്ന് ഞങ്ങളല്ലേ പറയേണ്ടത്? ഈ സഖാഫി കൂട്ടങ്ങൾക്ക്, മുസ്ലിയാർ കൂട്ടങ്ങൾക്ക് അവരുടെ ആഫീസിൽ നിന്നും ഷീറ്റ് കൊടുക്കും. മുജാഹിദുകളെ കുറിച്ച് എന്തൊക്കെ പറയുന്നത് ഷീറ്റിൽ നോക്കി വായിക്കൽ. ഞങ്ങൾ ആരാന്ന് ഞങ്ങളല്ലേ പറയേണ്ടത്? പണ്ടൊരു മയ്യത്ത് എണീറ്റിരുന്നു, വെള്ളം ചോദിച്ചു, ഇജ്ജ് മരിച്ചു ഇരിക്കുന്ന പണ്ട് ഡോക്ടർ മോർച്ചറിയിലുള്ള സ്റ്റാഫിനോട് പറഞ്ഞു, ഇന്ന് 4 ശവങ്ങളുണ്ട്, 4 മയ്യത്തുകളുണ്ട്, നോക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. രാത്രിയായപ്പോ സ്ട്രക്ചറിൽ ഒരു മയ്യത്ത് എണീറ്റിരുന്നിട്ട് എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോ ഈ മോർച്ചറി ജീവനക്കാരൻ പറയുന്നത്, ഡോക്ടർ എന്ന ലിസ്റ്റിൽ മരിച്ചു, ഇരിക്കവിടെ ഇജ്ജ് മരിച്ചാണ്, ഇന്റെ ലിസ്റ്റിലുണ്ടല്ലോ ഇജ്ജ് മരിച്ചാണ്. മറ്റേ ആൾ പറയുന്ന, സുഹൃത്ത് എനിക്ക് വെള്ളം കൊണ്ടാണ് എന്ന് പറയണമാരാണ് മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ. ഞങ്ങളെ ലിസ്റ്റിലുണ്ടല്ലോ സുഹൃത്തെ, ഞങ്ങളല്ലേ പറയേണ്ടത് ഞങ്ങൾ ആരാണെന്ന്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമില്ലാത്തവൻ കാഫിറാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ റസൂലുള്ളാഹിന്റെ പേര് എത്ര പ്രാവശ്യം അവിടെ പറഞ്ഞു? സ്വലാത്ത് ഞാൻ ചെല്ലുന്നുണ്ടോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചെല്ലുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവൻ കാഫിറാൻ. മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തുൻ സല്ലല്ലാഹു അലൈഹി അശ്റ. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിൽ 10 അനുഗ്രഹങ്ങൾ കൊടുക്കും. രാവിലെയും വൈകുന്നേരം സ്വലാത്ത് വേണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം അക്സിറൂ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, നിങ്ങൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണേ, എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. വെള്ളിയാഴ്ച ദിവസമാണ്. എത്രയാണ് മുജാഹിദുകൾ, എത്രയാണ് സലഫികളായിട്ടുള്ള ആളുകൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്തവൻ അർബിഷിക്കനാണ്. അതേപോലെ തന്നെ അവൻ കാഫിറാണ്. അവൻ അതേപോലെ തന്നെ നശിച്ചവൻ ാണെന്നൊക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഞങ്ങളുടെ സദസ്സിൽ നിന്നും സ്വലാത്ത് മുദ്രാവാക്യങ്ങളില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മുദ്രാവാക്യമില്ല. ഞങ്ങൾ ആളുകൾ കേൾക്കുന്ന രീതിയിൽ തന്നെ ചുണ്ടനക്കി മുദ്രാവാക്യമില്ല. അത് സ്വലാത്തിലും അതാ റസൂൽ പഠിപ്പിച്ചത്. ചുണ്ടനക്കി തന്നെ ദിക്റുകൾ ചുണ്ടനക്കി ചൊല്ലണം എന്നാ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ കേൾക്കണമെന്നില്ല. മറ്റുള്ള കേട്ടാൽ ഒരാൾ അത് ശ്രദ്ധിച്ചോളും. ചുണ്ടനക്കി ദിക്ർ ചൊല്ലും, അല്ലാതെ ദിക്ർ ചൊല്ലും. മുദ്രാവാക്യം വിളിക്കലില്ല. അതൊക്കെ എന്തിനുള്ളതാണ്? അത് പണപ്പിരിവ് നടത്താനാണ്. ഒരു സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലി ലേലം വെക്കുന്ന സമയത്ത് ഒരു 5 രൂപേന്റെ കോഴിമുട്ട, 6 രൂപേന്റെ കോഴിമുട്ട 1000-നും 1500-നും 3000-നും വിൽക്കാണ്. എന്നിട്ടും ഓല് വിചാരിക്കണം 10,000 കിട്ടാതെ നമ്മൾ ചൊല്ലിക്കൂടി സ്വലാത്ത്. എന്തിനെ പൈസ ഉണ്ടാക്കാനുള്ള സ്വലാത്ത്. ഇത് ഞങ്ങൾ നടത്താറില്ല. എന്റെ കയ്യിലുള്ളത് താജു സ്വലാത്ത്, KP അഹമ്മദ് മുസ്ലിയാർ എഴുതിയ താജു സ്വലാത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരു മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. ഇതിന്റെ ഉള്ളടക്കത്തിലുള്ള സ്വലാത്ത് ഞാൻ ഒന്ന് വായിക്കാം. സ്വലാത്തു ഷരീഫ്, സ്വലാത്ത് ഇബ്രാഹിം, സ്വലാത്തു നാരിയ, സ്വലാത്തു അക്ബർ, സ്വലാത്തു ഷാഫി, സ്വലാത്തു ദവാമി, സ്വലാത്തു തുഞ്ചീന, സ്വലാത്തു സദഖ, സ്വലാത്തു വലി, സ്വലാത്തു അലി, സ്വലാത്തു നൂർ, സ്വലാത്തു നബി, സ്വലാത്തു തയ്യിബ്, സ്വലാത്തു ഇൻആം, സ്വലാത്തു ഹഖ്, സ്വലാത്തു ദായിമ, സ്വലാത്തു മുഖറബ്, ഇങ്ങനെ 27 സ്വലാത്ത്. ഇതിൽ രണ്ടാമത് പറഞ്ഞ സ്വലാത്ത് മാത്രമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത്. അപ്പൊ 26 മുസ്ലിയാക്കന്മാരുണ്ടാക്കിയതാണ്. എന്തിന്? ഈ സ്വലാത്തുകൾ ഞങ്ങൾ ചെല്ലാറില്ല. ഇങ്ങനെ സ്വലാത്തുകൾ വിൽപ്പന നടത്താറില്ല. കള്ള സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലാറില്ല. സ്വലാത്ത് കച്ചവടമാക്കാറില്ല. സ്വലാത്ത് വാർഷികങ്ങൾ മുജാഹിദുകൾക്കില്ല. സ്വലാത്ത് ചൂഷണങ്ങൾ മുജാഹിദുകൾക്കില്ല. ഇതില്ലാത്തതിന്റെ പേരിൽ മുജാഹിദുകൾ സ്വലാത്തില്ലാത്തവരാണ്, റസൂലുള്ളാഹിയുടെ ഹുബ്ബില്ലാത്തവരാണെന്ന് പറയുന്നു. അല്ലേ? അപ്പൊ ഒരു സംശയം ഉണ്ടല്ലോ, നിങ്ങൾ നബിദിനാഘോഷം കൊണ്ടെടുക്കാത്തത് റസൂലുള്ളാഹിനോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ? ഞങ്ങളിവിടെ റബീഉൽ അവ്വൽ 12 ആടുന്നു, ചാടുന്നു, അതേപോലെ തന്നെ ദപ്പുമുട്ടുന്നു, റോഡ് ബ്ലോക്ക് ആക്കുന്നു. റസൂലുള്ള പറഞ്ഞു നിന്ന് കുടിക്കല്ലേ, അതേപോലെ തന്നെ നടന്നു കുടിക്കല്ലേ എന്ന് മുത്ത് ഹബീബ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ നിന്നും നടന്നൊക്കെ കുടിച്ച് ഉഷാറാക്കി നബിനെ സ്നേഹിച്ച് റോഡൊക്കെ ബ്ലോക്ക് ആക്കി ഉഷാറാക്കണ്ടല്ലോ. അത് നിങ്ങൾ ചെയ്യണില്ലല്ലോ എന്ന് ചില ആളുകൾക്ക് തോന്നും. റബീഉൽ അവ്വൽ 12 ഉഷാറാക്കല്, റബീഉൽ അവ്വൽ മാസം കണ്ട് ഉഷാറാക്കലാണ് നബിനോടുള്ള സ്നേഹം. ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ തങ്ങളെ നബിനെ സ്നേഹിച്ചോ? എന്താ അഭിപ്രായം? നിങ്ങളൊന്ന് പറയും. അബൂബക്കർ തങ്ങളെ നബിനെ സ്നേഹിക്കണോ? അള്ളാന്റെ ഹബീബിനെ ലോകത്തെ ഏറ്റവും സ്നേഹിച്ച ആൾ അബൂബക്കർ തങ്ങൾ അല്ലേ? ചരിത്രം പറയണ്ടല്ലോ, പാമ്പ് കടിയേറ്റു സൗർഗുഹിന്ന്. പാമ്പ് കടിയേറ്റു, റസൂലിന്റെ മടിയിൽ ഉറങ്ങാണ് അബൂബക്കർ തങ്ങളുടെ. മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സമയത്ത് ചരിത്രം പറയുന്നുണ്ടല്ലോ അത് അല്ലേ? റസൂലുള്ളാഹിനെ ഉണർത്താൻ അബൂബക്കർ തങ്ങൾ തയ്യാറായില്ല. അത്രക്ക് സ്നേഹം, ജീവൻ തൃണവൽക്കരിച്ചു സ്നേഹിച്ചോളാം സഹാബത്ത്. ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരൊക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഏകദേശം 30-ലധികം വർഷം ഭരണം നടത്തി ഖലീഫമാരായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ചുരുങ്ങിയത് 30 വർഷം ഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ 30 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയി. ഏതെങ്കിലും റബീഉൽ അവ്വൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള നബിദിനാഘോഷ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നബിദിനാഘോഷ ഹുബ്ബ് പ്രവർത്തനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കാണിക്കാൻ തയ്യാറല്ല. 30 വർഷം ഒരു നബിദിനാഘോഷത്തിൽ ഒരു റബീഉൽ അവ്വലിലെങ്കിലും ഇന്ന് ഏതായാലും റസൂലുള്ളാഹി ജനിച്ച ദിവസമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഈത്തപ്പഴത്തിന്റെ ചുള വിതരണം ചെയ്തിടണം. ഉണ്ടോ? മന്തിച്ചോറ് വെച്ചിക്കണോ? ഒട്ടകത്തെ അറുത്തിട്ട് റാലി നടത്തിക്കണോ? ഉണ്ടെങ്കിൽ തെളിവാണ്. അതാണ് മുജാഹിദുകൾക്ക് തെളിവ്. റസൂലുള്ളാഹി പഠിപ്പിച്ചത്, സഹാബത്ത് പഠിപ്പിച്ചത്, ഷാഫി ഇമാം പഠിപ്പിച്ചത്, അതേ ബുഖാരി പഠിപ്പിച്ചത്, ഇമാമിങ്ങൾ പഠിപ്പിച്ചത്, സലഫ് സ്വാലികൾ പഠിപ്പിച്ചത്, മുഹദ്ദിസുകൾ പഠിപ്പിച്ചത്, മുഫസ്സിറുകൾ പഠിപ്പിച്ചത് ആണ്. ആർക്ക് തെളിവ്? മുജാഹിദുകൾക്കുള്ള തെളിവ്. മാളക്കിതാബുകളോ പാളക്കിതാബുകളോ അല്ല. നിങ്ങൾ മനസ്സിലായിക്കോളി. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യ, റസൂലുള്ളാഹിക്ക് ശേഷം എത്ര വർഷം ജീവിച്ചു? അവരാരെങ്കിലും നബിദിനാഘോഷം കൊണ്ടാടിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ പള്ളിയിൽ ഓതുന്ന ഖുത്ബയുടെ ഏടാണിത്? ഇബ്നു നബാത്ത് മിസ്രിയുടെ ഖുത്ബ. അതിലെ റബീഉൽ അവ്വൽ മാസത്തെ 5 ഖുത്ബ ഉണ്ട്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചെന്നുള്ളതിന് തെളിവ് അഭിപ്രായ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വൽ 12-നാണെന്ന് റബീഉൽ അവ്വലിനാണെന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. റമളാനിലാണെങ്കിലും പല അഭിപ്രായങ്ങളും പല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ വന്ന അവർക്ക് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞ മാസം റസൂലുള്ള പോയ മാസമായിട്ടാണ്, ദുഃഖത്തിന്റെ പോയ മാസമായിട്ട് അവർ മനസ്സിലാക്കുന്നത്. ദുഃഖം ഇങ്ങനെ ആചരിക്കാൻ പാടില്ല വേറെക്കാരും. അവർക്ക് ദുഃഖമുണ്ട്, നമുക്ക് ദുഃഖമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നു അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങളെ പള്ളിയിൽ ഓതുന്ന ഖുതുബ ഉണ്ടല്ലോ ഉസ്താദുമാരെ, നിങ്ങളൊക്കെ ഓതുന്ന ഖുതുബയാണല്ലത്. നിങ്ങൾ ജനങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ജനങ്ങളോട് റബീഉൽ അവ്വൽ മാസത്തിനെ കുറിച്ച് എന്താണ് റബീഉൽ അവ്വൽ മാസത്തെ നബാത്തി ഖുതുബയിൽ നിങ്ങൾ എന്താ ഓതുന്നത്? ഇതിലെ ഞാൻ പറഞ്ഞല്ലോ റബീഉൽ അവ്വൽ മാസത്തെ 5 ഖുതുബ ഇതുണ്ട്. ഓരോ ഖുതുബയിലും പറയുന്നത് മൗത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വഫാത്താണ്, റസൂലുള്ളാഹിന്റെ വഫാത്താണ്. നിങ്ങൾ നോക്കുക, ഒരു ഖുതുബ ഞാൻ ഓതിത്തരാം സഹോദരന്മാര്. എന്താണ് പറയുന്നത്? മുസ്ലിയാര് ഖുതുബയിൽ മിമ്പറിൽ കയറിയിട്ട് മുസ്ലിയാർ എന്താ പറയുന്നത്? വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഫിറാഖ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ സക്കറാത്തിന്റെ സമയത്ത് ഇനി അല്ലാഹുവിലേക്ക് തിരിച്ചു പോവുകയാണ്, ഇനി നിങ്ങളിലേക്കില്ല എന്ന് റസൂലുള്ള വിളംബരം ചെയ്യുന്നു. റബീഉൽ അവ്വൽ 12-നാണ് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഫിറാഖ് വനാദതുഹു ത്വായിറത്തുൽ ബതൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോളെ വിളിക്കുകയാണ്. വൽ കലികത്തു ശഖൂൽ വനാദതു ത്വായിറത്തുൽ ബതൂൽ വൽ കലികത്തു ശഖൂൽ വകർബാലി കർബിക യാ അബാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ വനാദതു ത്വായിറത്തുൽ ബതൂൽ, റസൂലുള്ളാഹിന്റെ മകൾ വിളിച്ചു പറയുകയാണ്, എന്താണ്, എന്തൊരു വേദനയാണ്, എന്തൊരു പ്രയാസമാണ്, എന്റെ വാപ്പ സക്കറാത്തിൽ കിടക്കുകയാണല്ലോ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന് റസൂലുള്ളാഹിന്റെ മാണിക്കക്കല്ലായ ഫാത്തിമ ബീവി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട് റസൂലുള്ളാഹിന്റെ ചാരത്തിരുന്നിട്ട്. എന്നിട്ട് ഇത് കേട്ട സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് വദ്ദാഹാ വളമ്മഹാ ഇലൈഹി, റസൂലുള്ളാഹിന്റെ മാണിക്കക്കല്ലിനെ റസൂലുള്ള ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്. റസൂലുള്ള എന്താ പറയുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന അബീകി ബഅദൽ യൗം, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ വാപ്പാക്ക് വേദനയില്ല, ഇന്ന് വാപ്പ വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട്, രണ്ടാളുകളുടെ മരണവേദന അനുഭവിക്കുന്നുണ്ട് നമുക്ക് ഹദീസിൽ കാണാം. എന്നിട്ട് ഈ ദിവസം കഴിഞ്ഞാൽ വാപ്പാക്ക് വേദനയില്ല, എന്നിട്ടും ഖതീബ് റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ഓതുന്ന ഖുത്ബ, നിങ്ങൾക്ക് മിമ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ കിതാബ് നോക്കി വായിക്കുമ്പോൾ മുജാഹിദുകളുടെ ആദർശമാണ് പറയുന്നത്. മുസ്ലിയാക്കളെ, ഉസ്താദുമാരെ, നിങ്ങൾ ഇതിലെ വായിക്കുന്നത്. എന്നിട്ട് എന്താണെന്നറിയാമോ? വഖാലൽ ഹസനു വൽ ഹുസൈനു ബാഖിയൈനി വജദ്ദാ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ ഹസനും ഹുസൈനും കരയുകയാണ്, ഞങ്ങളുടെ വല്ലിപ്പ. എന്നിട്ട് ഖതീബ് ചോദിക്കുന്നു, ഫഅയ്യുനഹീബുൻ അലൈഹി മർതഫ, ആരുടെ രോദനമാണ്, കരച്ചിലാണ് ഉയരാതിരിക്കുക? വഅയ്യു തറഫിൻ അലൈഹി മാദമ, ആരുടെ കൺപോളയാണ് കണ്ണീര് പൊടിക്കാതിരിക്കുക? വഹയ്യു ഹുസ്നിൻ ലിഫഖദിഹി മത്തസഅ, ആരുടെ വേദനയാണ്, ആരുടെ ദുഃഖമാണ് ഉയരാതിരിക്കുക, കൂടാതിരിക്കുക? റസൂലുള്ളാഹി ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയുടെ പ്രകാശമായ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ സഹാബത്തിന്റെ കണ്ണിലുണ്ണിയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയല്ലേ, സഹാബത്ത് കരയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഖതീബ് 2 സ്റ്റെപ്പ് മിമ്പറിൽ കയറിക്കൊണ്ട് കിതാബ് വായിക്കുമ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ മുജാഹിദിന്റെ ആദർശം പറയുന്നു, അല്ല ഇസ്ലാമിന്റെ ആദർശം പറയുന്നു, അതാണ് മുജാഹിദുകളുടെ ആദർശം. എന്നിട്ട് നിങ്ങൾ 2 സ്റ്റെപ്പ് അടിയിലേക്ക് ഇറങ്ങി ഖുതുബ കഴിഞ്ഞ് നമസ്കാരവും കഴിഞ്ഞ തറപ്രസംഗത്തിൽ നിങ്ങൾ പറയുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസം എന്നല്ലേ, നമ്മൾ എന്താ പള്ളികൾ അലങ്കരിക്കാത്തത്? നമുക്ക് സജീവമാക്കണ്ടേ? റബീഉൽ അവ്വലിനെ അറക്കാൻ റസൂലുള്ളാഹിന്റെ പേരിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? റബീഉൽ അവ്വലിനെ അറക്കാൻ ഇപ്രാവശ്യം 2 പോത്തിനേ ഉള്ളൂ, എന്താ നിങ്ങൾ ദാനം ചെയ്യാത്തത്? റസൂലുള്ളാഹിനോട് സ്നേഹമില്ലേ? മദ്രസകൾ അലങ്കരിക്കുന്നില്ലല്ലോ, നമുക്ക് സജീവമാക്കണ്ടേ? കുട്ടികളുടെ പരിപാടികൾ വെക്കണ്ടേ? എല്ലാം ഉഷാറാക്കണ്ടേ എന്ന് 2 സ്റ്റെപ്പ് അടിയിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പോക്കറ്റിൽ നിന്നാണ് തെളിവെടുക്കുന്നത്. ആ പോക്കറ്റിൽ തെളിവെടുത്തപ്പോ അത് എന്തായി? അത് ഷിയാക്കളുടെ ആദർശമായി, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആദർശമായി. 2 സ്റ്റെപ്പ് മോളിൽ മിമ്പറിൽ കയറിയപ്പോ കിതാബ് വായിച്ചപ്പോ അതിൽ നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമിന്റെ ആദർശമാണ്. അത് തന്നെയാണ് റബീഉൽ അവ്വൽ മാസം വരുമ്പോ മുജാഹിദുകളുടെ പള്ളിയിൽ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ പറയില്ലേ, മൗലവി കട്ടുവായിച്ചതാണെന്ന് പറയേ, നിങ്ങളുടെ പള്ളിയിൽ വന്ന ഖുത്ബയാണിത്. എന്താ പറയണത്? റസൂലുള്ളാഹിയുടെ സ്നേഹം ഉണ്ടെന്നോ ഇല്ലാന്നോ? റബീഉൽ അവ്വൽ മാസത്തിൽ കരയുന്ന ഖതീബാണത് അല്ലേ? എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ഉഷാറാക്കാത്തത്? എന്താ സ്നേഹല്ലേ എന്ന് അല്ലേ? ആൾക്കാർ നിങ്ങളെ അടിക്കും. ഈ അറബിയിൽ ഓതുന്ന ഖുതുബ അവർക്ക് തിരിയാണെങ്കിൽ
ആൾക്കാരെ അടുക്കാലെ ഊളം പാറിക്കൊണ്ടു അല്ലേ? എന്താ ഈ പറയണത്? മിമ്പർമ കയറിയിട്ട് ഒന്ന് പറയാ, അടിയിക്ക് ഇറങ്ങിയിട്ട് വേറെ ഒന്ന് പറയാം അല്ലേ? അതുകൊണ്ടാണ് സഹോദരന്മാരെ പറയും, ഞങ്ങൾ ആരുടെയും മോശാക്കാൻ വന്നതല്ല, കിതാബിലുള്ളത് വായിക്കാൻ വന്ന. ഇവിടെ കിതാബ് അല്ലാത്ത വല്ലതും വായിച്ചോ? നിങ്ങൾ പറയണം സഹോദരന്മാരെ, ഇവിടെ മുജാഹിദിന്റെ ആഫീസ് എന്നുള്ള ഏട് ഇവിടെ വായിച്ചിട്ടില്ല. അത് വായിക്കലല്ല നമ്മളെ പണി. പണ്ടൊരു മുസ്ലിയാർ, അദ്ദേഹം സലഫി പ്രസ്ഥാനത്തേക്ക് വന്നു. ഒരുപാട് മുസ്ലിയാക്കന്മാർ അൽഹംദുലില്ലാഹ് സലഫി പ്രസ്ഥാനത്തേക്ക് വന്നു. അങ്ങനെ ആ മുസ്ലിയാർ ഞങ്ങളുടെ നേതാവായ മർഹൂം പിന്നെ അബ്ദുൽ ഖാദർ മൗലവിയോട്, AP അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിച്ചു, ഉസ്താദേ മൗലവി, ഞാൻ ഇങ്ങനെ എന്താ പ്രസംഗിക്കേണ്ടത്? ഞാനിപ്പോ ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് വന്നതാണല്ലോ, എന്താ പ്രസംഗിക്കേണ്ടത്? ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഖുർആനുള്ളതും ഖുർആനും സുന്നത്തും പ്രസംഗിക്കും. ഇവിടെ ഞങ്ങളെ ആഫീസിൽ നിന്ന് ഇങ്ങനെ കുറിപ്പിടില്ല മുജാഹിദിന്റെ ആദർശം പ്രസംഗിക്കും. ഖുർആനും സുന്നത്തും എന്താണ്, അതാണ് ഞങ്ങളുടെ ആദർശം എന്ന് പറഞ്ഞു എന്നാണ് സംഭവിച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കിതാബിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത്, കിതാബിലുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഇനി സഹോദരന്മാരെ, എന്ന് മാത്രമല്ല, റബീഉൽ അവ്വൽ മാസം ഈ കാണുന്ന നബിദിനാഘോഷം കൊണ്ടാടുന്ന പതിവ് ആരുടേതാണ്? ജൂതന്റേതാണ്, ഷിയാക്കളുടേത്. ആര് പറഞ്ഞു? ഇമാമിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൊണ്ടാടുന്ന നബിദിനാഘോഷം തെളിവില്ല, അത് നബിയെ സ്നേഹിക്കലല്ല. അത് നബിയെ സ്നേഹിക്കലാണെങ്കിൽ നബിയെ സഹാബത്ത് സ്നേഹിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. നബിയെ സഹാബത്ത് സ്നേഹിച്ചിട്ടുണ്ട്, ആ രീതിയിലാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, മാലിക്കി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ് ഇമാം ഫാഖഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം നബിദിനാഘോഷത്തെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഇന്ന് കാണുന്ന നബിദിനാഘോഷം റബീഉൽ അവ്വൽ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹം പറയണില്ല, അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. ഈ നബിദിനാഘോഷത്തിന് മീലാദുൻ നബിക്ക് കിതാബിലോ ഖുർആനിലോ സുന്നത്തിലോ ഒരു അസ്ലും ഇല്ല. ആരാ പറയണത്? മദ്ഹബിലെ വലിയ പണ്ഡിതനാ പറയണത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഇല്ലെങ്കിലോ കട്ടുവായിച്ചതാണ് നിങ്ങൾ പറയണം. ഖുർആനിലോ സുന്നത്തിലോ നബിദിനാഘോഷത്തിന് ഒരു തെളിവുമില്ല, ഖുർആനിലോ സുന്നത്തിലില്ല. ولا يمكن عمله أن أحد من علماء الأمة الذين هم قدوة في الدين متمسكون بآثار المتقدمين. എന്ന് മാത്രമല്ല, മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്നും ഇത് വന്നിട്ടും ഇല്ല. റബീഉൽ അവ്വൽ മാത്രം നബിനെ സ്നേഹിക്കുന്ന ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുണ്ടല്ലോ, അല്ലേ? അത് ഖുർആനിലില്ല, അത് സുന്നത്തിലില്ല, പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടും ഇല്ല. ആര് പറയുന്നു? മദ്ഹബിന്റെ പണ്ഡിതന്മാര് പറയുന്നു. എവിടെ പറയുന്നു? ഇമാം ഫാഖഹാനി പറയുന്നു അദ്ദേഹത്തിന്റെ കിതാബിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആരുണ്ടാക്കിയത്? ബൽ ഹുവ ബിദ്അത്തുൻ, അത് പുത്തനാചാരമാണ് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ്, പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ്, ദീന് പഠിപ്പിക്കാത്ത കാര്യമാണെന്നൊക്കെ അതിന്റെ വിശദീകരണമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അഹദസൽ ബത്താലൂന വശഹവത നഫ്സിൻ ഇഅ്തനാ ബിഹൽ അഖാലൂൻ. മതം പൊളിയന്മാരാണ് അതുണ്ടാക്കിയത്. അത് എവിടെന്നാ ഉണ്ടായത്? ജൂത ക്രിസ്ത്യാനികളിൽ നിന്നാണ്. ക്രിസ്ത്യാനികൾ അവരുടെ ദൈവമായി പറയുന്ന യേശുക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ജൂതന്മാരത് ആഘോഷിച്ചിട്ടുണ്ട്. ഷിയാക്കൾ അവരുടെ പഞ്ചദൈവങ്ങളുടെ അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. ഷിയാക്കളുടെ ആഘോഷമാണത്, അവരുടെ ആചാരമാണത്. അഹ്ലുസുന്നയുടെ ആചാരമല്ല, ഖുർആനിലില്ല, സുന്നത്തിലില്ല, പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടില്ല. മതം പൊളിയന്മാരാണ് അത് ദീനിൽ കൊണ്ടുവന്നത് കേട്ടോ. വശഹവത്ത് നഫ്സിൻ, അതേപോലെ തന്നെ ദേഹേച്ഛയുടെ ആളുകളാണ്. തീറ്റക്കൊതിയന്മാരാണ് കൊണ്ടു നടക്കുന്നത്. ആര് പറയുന്നു? ഫാഖഹാനി ഇമാം പറയുന്നു. എന്താ പറയുള്ളത്? നിങ്ങൾ പറയും. എന്നിട്ട് പറഞ്ഞാൽ മുജാഹിദുകൾക്ക് സ്നേഹമില്ലാന്നൊക്കെ അല്ലേ? ഇനി സഹോദരന്മാരെ, ഇനി പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ഈ സംസാരത്തിൽ. നിങ്ങളിത് കഴിയണവരെ ഇരിക്കണം എന്നായിരിക്കും നിങ്ങൾ അപേക്ഷിക്കാനുള്ളത്. സഹോദരന്മാരെ, ഇവര് പറഞ്ഞത് ഞങ്ങളാണ് അഹ്ലുസുന്ന വൽ ജമാ, സമസ്തക്കാരാണ് ഞങ്ങള്, അഹ്ലുസുന്ന വൽ ജമാ. ഖുർആൻ അള്ളാന്റെ റസൂൽ പറഞ്ഞു 73 വിഭാഗവും എല്ലാരും നരകത്തിലേക്കാണ്, ഒരു വിഭാഗം സ്വർഗത്തിൽ പോകണം. ഞങ്ങളാണ് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്നവര്. ഇവരിങ്ങനെ മുറുകെ പിടിച്ച് ജീവിക്കാം. ഒന്ന് കേട്ടോ നിങ്ങൾ ആ ക്ലിപ്പ്, കുറച്ചുകൂടി ക്ലിപ്പുകളൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കും. ഹബീബായ തങ്ങൾ ശ്ലോകത്തോട് പറയുകയാണ്, നിങ്ങളിലേക്ക് ഞാൻ 2 പ്രമാണം തരികയാണ്. ആ പ്രമാണം നിങ്ങൾ ഫോളോ ചെയ്താൽ, ആ പ്രമാണം നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ലം തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. ഏതാണ് ആ 2 പ്രമാണങ്ങൾ? കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. രണ്ടാമത്തേത് അതിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം കൊണ്ട് പകർന്നു നൽകിയ വ്യാഖ്യാനങ്ങളാണ്, അതിന്റെ വിശകലനങ്ങളാണ്. അപ്പൊ ഖുർആനും സുന്നത്തുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയത്. അത് ഫോളോ ചെയ്താൽ നിങ്ങൾ വഴിപിഴക്കുകയില്ല, ഭിന്നിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, ഹബീബായ തങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് കൈമാറിയത് കേവലം ഖുർആനിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഹദീസ് മതി. എന്താ പറഞ്ഞത്?
റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാ വഴിവേക്കൂല. നബി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മുസ്ലിയാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാൻ പറയാം, മുറുകെ പിടിച്ചാൽ പോരാ, തുറന്നെടുത്തൊന്ന് വായിച്ചു നോക്കി പഠിക്കണം, ജീവിതത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മുറുകെ പിടിച്ചാൽ പോരാ, ഖുർആൻ മുറുകെ പിടിച്ചാൽ പോരാ, എന്താക്കണം, അത് പഠിച്ച് അത് വായിച്ച് പഠിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ജീവിതത്തിൽ പകർത്തണം. മനസ്സിലായില്ലേ? ഖുർആനും സുന്നത്തും അതിനുള്ളതാണ്. എന്നിട്ട് ഇവര് പറയണേ ഞങ്ങളാണ് അതിന്റെ ആൾക്കാർ, ഞങ്ങളാണ് അതിന്റെ ആൾക്കാർ. ഞാൻ ചോദിക്കേണ്ട സഹോദരന്മാരെ, നിങ്ങളാണോ അതിന്റെ ആൾക്കാർ? നിങ്ങളാണോ ഖുർആൻ സുന്നത്ത് കൊണ്ടുനടക്കുന്ന ആൾക്കാർ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതത്തിലാണോ നിങ്ങളുള്ളത്? ആയിരക്കണക്കിന് കാര്യങ്ങൾ, എത്ര, 1, 2, 100, 200, 300, ആയിരക്കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ ഖുർആനിനും സുന്നത്തിനും എതിരായി ചെയ്യുന്നത്, റസൂലുള്ളാഹിക്കെതിരായത്, ഖുർആനെതിരായത്, സഹാബത്തിനെതിരായത്, ഇമാമിങ്ങൾക്കെതിരായത്, മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കെതിരായത്, അഹ്ലുസുന്നക്കെതിരായത് നിങ്ങൾ ഇവിടെ നിരത്തും. സമയമില്ല, കുറച്ചുങ്ങൾ പിടിച്ചോളി, 5-8 പിടിച്ചോളി. കുറച്ച് നിങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ ഖബറുകളിൽ പ്രാർത്ഥിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു? അത് അഹ്ലുസുന്നക്ക് പരിചയമുള്ളതാണ്, ഖുർആനിലും സുന്നത്തിലുള്ളതാണ്. ഖബറുകളിൽ ചോദിക്കണേ, അല്ലാഹ് അല്ലാത്ത ആളുകളോട്, ഔലിയാക്കന്മാരെന്നും പറയുന്ന ആളുകളടുത്ത് പോയിട്ട് എല്ലാം തരാൻ നിങ്ങളാണ്, നിങ്ങളെ ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ, ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും നിങ്ങളാ തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കണം. അത് നിങ്ങൾ ഈ പറഞ്ഞ ഖുർആനിലും സുന്നത്തിലുള്ളതാണോ? പാരമ്പര്യമുണ്ടോ അതിന്? 1400 വർഷത്തെ പാരമ്പര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. കേവലം 200, 300, 400, 500 വർഷം മുമ്പ് നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയതാണ് ഈ ജൂതന്റെ ആദർശം, ഖബറാരാധന എന്നുള്ള ആദർശം. ജൂത ക്രിസ്ത്യാനികളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ജൂതന്മാരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിക്കട്ടെ എന്ന് പറഞ്ഞു, അല്ലാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ ചെയ്തത്? അവരുടെ പിന്നെ പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രമാക്കി. റസൂൽ പറഞ്ഞില്ലേ? ഇനി നോക്കൂ സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, എന്റെ കയ്യിലുള്ളത് കുതുബിയത്താണ്. മോദി ഷേഖിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കി പടച്ചുവിട്ട സാധനം. ഈ കുതുബിയത്ത് ആരെ എഴുതുന്നറിയോ? തമിഴ്നാട് കായൽ പട്ടണത്തിലുള്ള ഒരു മുസ്ലിയാർ എഴുതിയതാണ്. തമിഴ്നാട് കായൽ പട്ടണത്തിലുള്ള മുസ്ലിയാർ. എന്നാ അയാൾ ജീവിച്ചത് കേവലം 400 കൊല്ലം മുമ്പ്. കേവലം 400 കൊല്ലം മുമ്പ് ജനിച്ച് ഒരു മുസ്ലിയാർ ഒരു ബൈത്ത് ഉണ്ടാക്കി, ഷിർക്കൻ ബൈത്ത്. എന്നിട്ട് ഈ കുതുബിയത്താണ് ഖുറാനെ പോലെ തന്നെ വലിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഇവർ ഓതിക്കൊണ്ട് നടക്കുന്നത്. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ റബീഉൽ ആഖിർ മോദി ഷേഖിന്റെ ആണ്ടാ കുതുബിയത്താ ചൊല്ലുക. നോക്ക് നിങ്ങൾ, ഈ കുതുബിയത്തിൽ, ഈ കിതാബിൽ ഇത് ആരെഴുതിയതാണ്? അബ്ദുസ്സമദ് ഫൈസി എഴുതിയ കുതുബിയത്ത്. അതിന്റെ ആമുഖം എന്ന് പറയാം, മതപണ്ഡിതനും സൂഫി വര്യനും നിമിഷ കവിയായിരുന്ന സദഖത്തുല്ലാഹിൽ കാഹിരി റാ രചിച്ചതും അതിശ്രേഷ്ഠവും മഹത്വമേറിയ കാവ്യമാണ് ഈ കുതുബിയത്ത്. ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കാൻ, ഞാൻ ചോദിക്കട്ടെ, ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കാൻ, രോഗങ്ങളൊക്കെ ശമിക്കാൻ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും നാടുകളിൽ ചൊല്ലി വരുന്നതാണ്, ചൊല്ലേണ്ടതാണ് കുതുബിയത്ത്. ഞാൻ ചോദിക്കട്ടെ, 400 കൊല്ലം മുമ്പ് എഴുതിയ ആളാ, 400 കൊല്ലം മുമ്പ് ജനിച്ച ആളാണ് ഇയാള്. അതിന്റെ മുമ്പുള്ള 1000 കൊല്ലം ജീവിച്ച സഹാബത്തിന്, റസൂലുള്ളാഹിക്ക്, ഷാഫി ഇമാമിന്, മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് കുതുബിയത്ത് പരിചയമുണ്ടോ? അവരവരുടെ പ്രയാസങ്ങളും രോഗം മാറാനും എന്താ ചെയ്തത്? നിങ്ങൾ പറയും, ഖുർആനും സുന്നത്താണിത്. റസൂലുള്ളാഹിന്റെ സഹാബത്തിന് പരിചയമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ അവർ പഠിപ്പിച്ചതാണ് ചെയ്യുന്നത്, ദീനിലുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്, മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് ഇത് പരിചയമുണ്ടോ? നിങ്ങൾ പറയണം. ഇതെന്താണെന്ന് അറിയോ? ഇത് തനിച്ച് ശിർക്കിന്റെ നരകത്തിലേക്ക് ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോകും. ഇതെന്താ പറയണത്? ഒരാൾക്കൊരു പ്രയാസമുണ്ട സമയത്ത്, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉള്ള സമയത്ത്, യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 വട്ടം ഒറ്റക്കിരുന്ന് മനസ്ഥാനിധ്യത്തോടു കൂടി വിളിച്ചാൽ അവന്റെ വാപ്പൂടുന്നതിന് മുമ്പ് ഉത്തരം ഞാൻ ചെയ്യും, അവന്റെ എല്ലാ പ്രയാസങ്ങളും ഞാൻ നീക്കിക്കൊടുക്കും. ആര് പറഞ്ഞു? മോദി ഷേഖ് പറഞ്ഞു. ഏത് മോദി ഷേഖ്? മാലയിലുള്ള മോദി ഷേഖ്. യഥാർത്ഥ മോദി ഷേഖാണോ? അല്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ? അല്ല പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് പ്രയാസം എന്നോട് പറഞ്ഞത്? വാപ്പൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുന്ന അല്ല പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പറയുന്നുണ്ട്, നമുക്ക് എല്ലാ ആവശ്യങ്ങളും ചെയ്തു തരുന്നത്, നമുക്ക് വെള്ളം വർഷിപ്പിച്ചു തരുന്നത് മോദി ഷേഖാണ്. മക്ക മുശ്രിക്കുകൾക്കില്ലാത്ത വിശ്വാസം.
നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഈ കുതുബിയത്ത് ചൊല്ലുന്നതിന് മുമ്പ് ചൊല്ലേണ്ട വിധം എന്നൊരു ഭാഗമുണ്ട്. ഈ കുതുബിയത്ത് ചൊല്ലേണ്ട വിധം എങ്ങനെ ചൊല്ലേണ്ടത്, ഇത് ചൊല്ലേണ്ട വിധം ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പുതിയ നിസ്കാരം ഉണ്ടാക്കണം. കുതുബിയത്ത് ചൊല്ലേണ്ട വിധം, വൃത്തിയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി സുഗന്ധം പുരട്ടി ഹാജത്തിന്റെ നമസ്കാരം, അഥവാ ഹാജത്തിന്റെ നമസ്കാരം എന്ന് പറഞ്ഞാൽ 12 റക്അത്ത് ഒരു പുതിയ നിസ്കാരം ഉണ്ടാക്കിക്കാണ്. 12 റക്അത്ത് പുതിയ നിസ്കാരം അല്ലാഹു റസൂൽ പഠിപ്പിച്ചോ? എന്തെല്ലാം സഹോദരന്മാരെ മതത്തിൽ കടത്തിക്കൂട്ടിയത്. പുതിയൊരു നിസ്കാരം തന്നെ. ഇത് ചെല്ലുന്നതിന് മുമ്പ് നൂറ് അസ്തരം അരിയും ഇശാ സുബഹി നമുക്കറിയാം. പിന്നെ ഒരുപാട് സുന്നത്ത് നിസ്കാരം, ഹാജത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ 12 റക്അത്ത് പുതിയ നമസ്കാരം. പുതിയ നമസ്കാരം 400-300 കൊല്ലം മുമ്പ് ഉസ്താദുമാർ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ നരകത്തിലേക്ക് പോകുന്ന പുതിയ നിസ്കാരവും നോമ്പും അതേപോലെ തന്നെ സ്വലാത്തുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ സമ്പത്ത് ചൂഷണം ചെയ്ത്, എന്നിട്ട് ഇതുപോലുള്ള പരിപാടികൾ വെച്ച് ജനങ്ങളെ ആറാമിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട്, എന്നിട്ട് ഇത് അഹ്ലുസ് സുന്നയാണെന്ന് പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, ഇമാമിങ്ങളുടെ പേരിൽ കളവ് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ എന്നെ കേൾക്കുന്ന തിരിച്ചറിയണം. മതത്തിന്റെ പേരിലുള്ള കള്ളനാണയങ്ങളാണിവർ. മതത്തെ തകർക്കുന്ന ഇത്തിക്കണ്ണികളാണിവർ. തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് പറയാ ഞങ്ങൾ ഖുർആൻ സുന്നത്തിന്റെ ആൾക്കാരാ, അല്ലാഹു റസൂൽ ചെയ്തണോ? ഉണ്ടോ? ആരെ ചെയ്തത്? ഷാഫി ഇമാമിന് പരിചയമുണ്ടോ? മോദി ഷേഖിന് പരിചയമുണ്ടോ? മോദി ഷേഖ് എന്നാണ് വരികയെന്ന് വിചാരിക്കുക. വരൂല. വന്നാൽ ഇവിടെ കുറെ പള്ളികൾ കാണും. ഒരു പള്ളി നോക്കുമ്പോൾ ഇതിന് കുതുബിയത്തുണ്ട്, മാലുണ്ട്, അദ്ദാദുണ്ട്, സബീനുണ്ട്, ഖുർആനുണ്ട്. ഏതാണ് പുതിയൊരു സാധനം? മുദീഷിക്കിന്റെ പുതിയ സാധനം. അപ്പൊ ഈ പള്ളി നമ്മളതല്ല കേട്ടോ. മുദീഷിക്ക് ഇറങ്ങും, അടുത്ത പള്ളി. പിന്നെ ഒരു മുജാഹിദിന്റെ പള്ളി പോകുമ്പോൾ അവിടെ ഖുർആനുണ്ട്, പരിഭാഷ ഉണ്ട്, ഹദീസ് ഉണ്ടല്ലോ. ഈ സാധനം ഇതാണ് അഹ്ലുസുന്നയുടെ പള്ളി. മൂവര് തോറും നിസ്കരിച്ച് പോകും അല്ലേ? അതിലുണ്ടാവുക പറയണങ്ങള്. എന്തൊരു അവസ്ഥയാണ് സഹോദരന്മാരെ. എന്നിട്ട് പറയണേ ഇതൊക്കെ ഞങ്ങള് പിന്നെ മുൻഗാമികൾക്ക് പരിചയമുള്ളതാണ്. ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് എന്ന് മാത്രമല്ല, എന്റെ കയ്യിലുള്ളത് മാല കിതാബാണ് സഹോദരന്മാരെ. ഈ മാല കിതാബുകൾ എന്തെല്ലാം ഉണ്ട് സഹോദരന്മാരെ. അള്ളാന്റെ റസൂലിന്റെ പേരിലും എല്ലാവരുടെ പേരിലും കളവ് പറയാം. എന്തും അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ചു ചോദിക്കുക. നോക്ക് നിങ്ങൾ ഷറഫുലാന മൗലൂദിൽ എന്താ പറയുന്നത്? അബ്ദുക്കൽ മിസ്കിനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ബിക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീർ ഫഅഗ്ത്നി വഅജിർനി യാ മുജീറു മിനസ് സഈരി യാ ഗിയാതി യാ മലാദി ഫീ മുലിമാതിൽ ഉമൂർ. അബ്ദുക്കൽ മിസ്കിനു യർജു, റസൂലേ അങ്ങയുടെ അടിമയാണ് ഞാൻ. ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എവിടെയുള്ളത്? മാല കിതാബിൽ ഷറഫുലന മൗലൂദിൽ റസൂലുള്ളാഹിന്റെ അടിമയാണ് നമ്മളെന്ന്. ഓരേ ശിർക്കല്ലേ അത്? എന്നിട്ട് എന്താ പറയുന്നത്? റസൂലേ, ബഷീറും നദീറുമായ റസൂലേ, ഞങ്ങളെ നരകത്തുനിന്ന് കാക്കണേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കണേ. യാ മുജീറു മിനസ് സഈരി യാ ഗിയാതി യാ മലാദി ഫീ മുലിമാതിൽ ഉമൂർ. ഞങ്ങൾക്ക് ഏറെ കഷ്ടപ്പാടുണ്ടാകുന്ന സമയത്ത്, ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നബിയേ ഞങ്ങളെ കൈപിടിക്കണമേ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീക്കണമേ. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പഠിപ്പിച്ച ആദർശം എന്താണ്? അതേ റസൂലുള്ളാഹിനോട് പ്രയാസം പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് കാക്കുന്നവനാണ് റസൂലേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ശിർക്കിന്റെ വർത്താനം പറയുന്നു. അള്ളാഹിനോട് പറയണ്ട, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറയുന്നതിന് പകരം അല്ലാഹുമ്മ എന്ന് പറയുന്നതിന് പകരം യാ റസൂൽ അജിർനാ മിനന്നാർ, യാ റസൂൽ അജിർനാ മിനന്നാർ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. കാരണം അല്ലാഹ് പറഞ്ഞു, അഫമൻ ഹക്ക അലൈഹി കലിമത്തുൽ അദാബ് അഫ അൻത തുൻകിദു മൻ ഫിന്നാർ. നരകത്തിൽ അല്ലാഹ് തീരുമാനിച്ചവനെ സ്വർഗ്ഗത്തിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നരകത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ നബിയെ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. അതാണ് ഖുർആനും സുന്നത്തിന്റെ ആദർശം. ഇതോ എന്നിട്ട് ഒരു എവിടെ നിന്ന് പറയാം, ഞങ്ങളാണ് ആ 73 ഒരു കക്ഷി, സ്വർഗത്ത് പോണ കക്ഷി. എന്താ കക്ഷിന്റെ സ്വഭാവം? അന്ന് നബിയും സഹാബത്തും എന്തിലാണോ ഉള്ളത് അതാണ് 73 ഒന്ന്. അതാരാണ്? അത് അഹ്ലുസ് സുന്ന വൽ ജമാഅയാണ്. ഇവിടെ മുജാഹിദുകളാണ്, സലഫികളാണ്. അല്ലേ? സലഫികൾ പറയുന്ന ഒരു കാര്യങ്ങൾ എടുക്കും ഖുർആൻ സുന്നത്തില്ലാത്ത പിറ്റത്തെ നിമിഷം ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് പറയാണ് സഹോദരന്മാരെ, ഇതൊക്കെ എന്താണ്? റസൂലുള്ളാഹിയും സഹാബത്തും ചെയ്ത കാര്യങ്ങളാണ്, ഞങ്ങൾ അത് മാത്രമേ ചെയ്യണം. ഇത് വായിക്കാൻ നമ്മുടെ സമയം ഒരുപാട് പോയി. ഒരുപാട് ശിർക്കും കുഫറും അല്ലേ എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ പേരിൽ സഹാബത്തിന്റെ പേരിൽ കള്ള കഥകൾ പറയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സിദ്ദീഖ് മൗലൂദുണ്ട്. സിദ്ദീഖ് മൗലൂദ് പറഞ്ഞ പേരിൽ മൗലൂദ് ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കണം ഉസ്താദുമാരോട്. എന്താണെന്നറിയോ? ഞാൻ വിശദീകരിക്കണില്ല, പെട്ടെന്ന് പോവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ജാഅത് ഇംറഅത്തുൻ മിനൽ അൻസാരി ഖാലത് യാ റസൂലല്ലാഹ് റഅയ്തു ഫിൽ മനാമി കഅന്ന നഖലത ലതി ഫീ ദാരി ഖദ് വഖഅത വസൗജി ഫി സഫർ. ഒരു അൻസാരിയായ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വീടിന്റെ അടുക്കലുള്ള ഈത്തപ്പന മരം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞിരിക്കുന്നു, വീണിരിക്കുന്നു. എന്റെ ഭർത്താവാണെങ്കിൽ യാത്രയിലുമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഭർത്താവ് മരിച്ചു പെണ്ണേ.
ഓള് കരഞ്ഞു പോവുകയാണ്. കരഞ്ഞു പോകുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ കാണുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹിനെ കണ്ടതും റസൂലുള്ളാഹി പറഞ്ഞതൊന്നും പറഞ്ഞില്ല, സംഭവം പറഞ്ഞു. ഒരു ഈത്തപ്പനമരം വീണിട്ടുണ്ട്, എന്റെ ഭർത്താവ് യാത്രയിലാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, പെണ്ണേ നീ പൊയ്ക്കോ, സമാധാനിച്ചോ, നിന്റെ ഭർത്താവ് നിന്റെ അടുക്കലേക്ക് തിരിച്ചു വരും കേട്ടോ. റസൂലുള്ളാഹി എന്ന് പറയുന്നു, അബൂബക്കർ തിരിച്ചു പറയുന്നു റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് പെണ്ണാകെ ചിന്തിക്കുകയാണ്. ആ പെണ്ണിങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്. അങ്ങനെ അബൂബക്കർ തങ്ങൾ പറഞ്ഞത് ഈ രാത്രിയിൽ തന്നെ നിന്റെ ഭർത്താവ് വരും എന്നല്ലേ? അതേ, ആ പെണ്ണിങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്. ഫലമ്മാ ജന്ന അലൈഹൽ ലൈലു, രാത്രിയായപ്പോൾ ഫൈദാ ബിസൗജിഹാ ഫീ ദാരിഹാ, ഭർത്താവ് ദാ വീട്ടിലെത്തിയിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയി സംഭവം വിശദീകരിച്ചപ്പോൾ റസൂലുള്ളാഹി ബേജാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ഇടങ്ങാറായി. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഫനദറ തവീല, ഇങ്ങനെ ആലോചിച്ച്, പടച്ചോനെ എന്താ ഞാനൊന്ന് പറയാം, അത് തെറ്റാ, അബൂബക്കർ ഒന്ന് പറയാം ശരിയാകാം. ഈ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി ഒന്ന് പറയുകയാണ്, റസൂലേ നിങ്ങൾ പറഞ്ഞത് ഹുവൽ ശരിയൊക്കെ തന്നെയാണ്. വലാകിൻ ലമ്മാ ഖാല അബൂബക്കർ പറഞ്ഞപ്പോൾ ഇന്നക തജ്തമീന ബിഹി, നിന്റെ ഭർത്താവ് നിന്നുമായി കൂടിച്ചേരുമെന്ന് പറഞ്ഞപ്പോൾ, നീ ഭർത്താവുമായി കൂടിച്ചേരുമെന്ന് പറഞ്ഞപ്പോൾ, ഇസ്തഹിയല്ലാഹു മിൻ അൻ യജ്രിയ അലാ ലിസാനിഹിൽ കദിബു, അബൂബക്കർ തങ്ങളുടെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുവിന് ലജ്ജയായി. കാരണം അബൂബക്കർ തങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണല്ലോ, സത്യവാനാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, അബൂബക്കർ തങ്ങളുടെ നാവിലൂടെ കളവ് വരുന്നത് അല്ലാഹുവിന് ലജ്ജയായി, റസൂലുള്ളാഹിന്റെ നാവിലൂടെ വരുന്നതോ? നിങ്ങൾ പറയ്, റസൂലുള്ളാഹിന്റെ നാവിലൂടെ കളവ് വരുന്ന അല്ലാഹുവിന് ലജ്ജയില്ല എന്നല്ലേ ഇവിടെ പഠിപ്പിച്ചത്? എന്നല്ലേ ഇതിന്റെ അർത്ഥം? ആരുടെ പേരിലെ കളവ്? റസൂലുള്ളാഹിന്റെ പേരിൽ, അബൂബക്കറിന്റെ പേരിൽ, ജിബ്രീലിന്റെ പേരിൽ കളവ്, അനസ് റളിയല്ലാഹുവിന്റെ പേരിൽ കളവ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ പേരിൽ കളവ്. ഇതിൽ ഇനി പ്രകാശകഥയുണ്ട്, വായിക്കാൻ സമയമില്ല. ഒരുപാട് കള്ളക്കഥകളുണ്ട്. ഇതാണ് മാലമൗലിദുകൾ എന്ന് പറഞ്ഞാൽ. ശിർക്കും കുഫറും ബിദ്അത്തും അതേപോലെ തന്നെ കള്ളക്കഥകളും മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ കുറച്ച് ആയത്ത് ഹദീസും. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതാണോ റസൂലുള്ളാഹിന്റെ പാരമ്പര്യം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെയ്തതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് ഇതിനുള്ള ഇതിന് തെളിവുണ്ടോ എന്ന് മാത്രമല്ല സഹോദരന്മാരെ, ഇവർ പറയുന്ന ഔലിയാക്കന്മാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് ഇടങ്ങാറാകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടങ്ങാറാവുകയാണ്, പ്രയാസപ്പെടുകയാണ് ഇവർ ഔലിയാക്കന്മാർ. നിങ്ങൾ പറയണം, ഇതൊക്കെ ഞാൻ പറയാൻ പോകുന്ന സംഗതി ഇതും മാല കിതാബുകളിലുള്ളതാണ്. പുതിയ മുഹീദ്ദീൻ മാല എന്താണ്? പുതിയ മുഹീദ്ദീൻ മാലയിൽ മുദീ ശൈഖിന്റെ ഖാദിമത്തിന്റെ ഒരു കുട്ടി മരണപ്പെട്ടു പോയി. മുദീ ശൈഖിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എന്റെ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് മുദീ ശൈഖിനെ ഇഷ്ടപ്പെട്ടില്ല. എന്റെ അനുവാദമില്ലാതെ ആരെ റൂഹിനെ പിടിച്ചത്? പുതിയ മുഹീദ്ദീൻ മാലയുള്ളതാ. എന്താണുള്ളത്? വലിയ ഒരു ഹാദിം മൗതായ സങ്കേടം അവരെ സൗജത്ത് വന്ന് പറഞ്ഞോര്, എന്റെ ഹാദിമിന്റെ റൂഹന്നിൽ താരണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ, തനിയാന്റെ അരുളാൽ പൂടിത്തത് എങ്ങനെ തരും ഞാൻ എന്ന് മാലക്കിന വിണ്ടോവർ, അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടെന്ന കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. മോദി ശൈഖ് മലക്കുൽ മൗത്ത് ഇങ്ങനെ റൂഹിനെ പിടിച്ചു പോണ സമയത്ത് മോദി ശൈഖ് ചോദിക്കണ് മലക്കുൽ മൗത്തിനോട്, അസ്രായിൽ എന്നാ പറയണം, അസ്രായിലിന് പേരില്ല, അത് വേറെ കാര്യം ഇരിക്കട്ടെ, എന്തിനാണ് എന്റെ വലിയ മുരീദത്തിന്റെ കുട്ടിന്റെ റൂഹിന് തിരിച്ചു കൊടുക്കണം? മലക്കുൽ മൗത്ത് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. മോദി ശൈഖിനെ കൊടുക്കാൻ അള്ളാന്റെ തീരുമാനത്തിൽ പിടിച്ചതല്ലേ, എങ്ങനെ നമ്മൾ കൊടുക്കുക? മാലക്കിതാബിനുള്ള അങ്ങനെ പറയണം. മോദി ശൈഖിന് ഇഷ്ടപ്പെട്ടില്ല. മോദി ശൈഖ് കൊട്ടയാണ്. ഇവരെ വിചാര കൊട്ടയിൽ ഇങ്ങനെ റൂഹിനിട്ട് പോകണം. അമേരിക്കയിൽ നിന്ന് പിടിച്ചതും തലക്കൈ, അതേപോലെ തന്നെ നമ്മളെ ഈ വയനാട്ടിൽ നിന്ന് പിടിച്ചതും തിരുരങ്ങാടിയിൽ നിന്ന് പിടിച്ചൊക്കെ കൊട്ടിയിലിട്ട് കൊണ്ടുപോകുന്ന വിചാരം സാധുക്കളുടെ. അന്ന് പിടിച്ച റൂഹൊക്കെ പോയി. അമേരിക്കയിൽ നിന്ന് പിടിച്ചോ, ഉഗാണ്ടിയിൽ നിന്ന് പിടിച്ചോ ഒക്കെ പാറി. എന്നിട്ട് ആകെ ഇടങ്ങാറായി മലക്കുൽ അസ്രായിൽ തലം കുറഞ്ഞ അള്ളാന്റെ അടുത്ത്, പഠിച്ചോനെ ഇന്നത്തെ പണിയൊക്കെ ബാത്തിലായല്ലോ, എല്ലാം വെള്ളത്തിലായല്ലോ, എന്താ സംഭവിച്ചു? ഇതൊക്കെ സംഭവിച്ചു. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ മലക്കോട് അല്ലാ അരുളിയെ ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതീതന്റെ കൗസല്ലേ ഉദീപ്പോൾ ഞാൻ അവരിൽ കൊടുപ്പാവനെന്നോവർ. അയ്യ, എന്ത് പണിയാണ് കാണിച്ചത്!
ഒന്ന് ചോദിച്ചാൽ ഒന്നാണ് കൊടുത്തുകൂടെയിരുന്നോ? അത് കൊടുത്തോണ്ടല്ലോ, അത് കൊടുത്തില്ലാത്തതുകൊണ്ടല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ഓരോ ഇടങ്ങാറുണ്ടാക്കിയിട്ട് വന്നിങ്ങനെ. ഞാനാണ് ചോദിച്ചതെന്ന് എനിക്കറിയോ? ഞാനെന്നെ ഹൗസേന്ന് വിളിക്കണം, എത്ര വലിയ മഹാനായ മുദീഷേഖല്ലേ ചോദിച്ചത്, അത് കൊടുത്തുകൂടെയിരുന്നു, ഇടങ്ങാറുണ്ടാക്കിയിട്ട് വന്നുകണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മലക്കൽ മൗത്ത്, പിന്നെ അള്ളാഹു മലക്കൽ മൗത്തിനോട് ചൂടായി ചീത്തെന്ന് പറയാൻ പാടില്ല. മാലക്കാരൻ പറയുന്ന കുഫറാണിത്. ഏതായാലും അസ്രായീലിനോട് ചീത്തറെന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഖുർആനിലും സുന്നത്തിലും ഇതുണ്ടോ? നിങ്ങൾ പറയണം. ഇവിടെ നിങ്ങൾ പറയണം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സഹോദരന്മാരെ, ഒരുപാട് വിഷയങ്ങൾ. അതേപോലെ തന്നെ ജാറങ്ങളിൽ മക്കബറുകളിൽ 5-ാമത്തെ ആ ക്ലിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കും നിങ്ങൾ. ജാറങ്ങളിൽ മക്കബറുകളിൽ നടക്കുന്നു, ഇത് ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ? ജാറങ്ങളിൽ പോയി സുജൂദ് ചെയ്യുന്നു, അഹ്ലുസുന്നയുടെ പേരിലാണ്. കണ്ടില്ലേ? കേരളത്തിലാണിത്. ജാറങ്ങളിൽ സുജൂദ് ചെയ്യുകയാണ്. അതിന്റെ വോയിസ് ഒഴിവാക്കിയാണ്. എന്റെ സംസാരങ്ങൾ ശ്രദ്ധിക്കും ചെയ്യാം. ഇത് ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ? റസൂലുള്ള പഠിപ്പിച്ച് 73-ൽ 72 നരകത്തിലാണ്. ഒന്ന് സ്വർഗത്തിലേക്കുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടോ? ജാറങ്ങളിലും അക്ബറുകളിലും പോയി പടച്ചറപ്പിന് കൊടുക്കേണ്ട വിവാദത്തിന്റെ സുജൂദ് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നു. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ പറയണം, ഇവിടെ മറുപടി നിങ്ങൾ പറയണം ജനങ്ങളോട്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ന് മാത്രമല്ല, ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മുജാഹിദുകൾ ആടോ പശുവൊക്കെ ചത്തമായി ഇങ്ങനെ കൊണ്ടെടുക്കും, മിണ്ടാതെ കൊണ്ടുപോകും. ഞങ്ങൾ സുന്നികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു കൊണ്ടുപോകലാണ്. എന്താ മുജാഹിദുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിക്കാൻ? ഓൽക്ക് ദിക്റില്ല, സ്വലാത്തില്ല എന്നൊക്കെ പറയല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫി എന്ന് പറയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മിണ്ടാതെ കൊണ്ടുപോകണം. മനസ്സിലാണ് ദിക്ർ വേണ്ടത്, മയ്യത്തിനെ കുറിച്ചുള്ള, മരണത്തെ കുറിച്ചുള്ള ഓർമ്മ വേണ്ടത്. ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാറിൽ വഅലം അന്ന സവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹും അസ്സുഖൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസ കൊണ്ടുപോകുമ്പോ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് സലഫ് സ്വാലികളിൽ നിന്നും വന്നിട്ടുള്ളത്. ഫലാ യുർഫഉ സൗതുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഖുർആൻ ഓതിക്കൊണ്ടോ ദിക്ർ ചൊല്ലിക്കൊണ്ടോ ശബ്ദമുയർത്താൻ പാടില്ല. അതേപോലെ തന്നെ വേറെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടും ശബ്ദമുയർത്താൻ പാടില്ല എന്ന് ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. അപ്പോ കിതാബിലുള്ള ആദർശം ആരാ കൊണ്ടുനടക്കുന്നത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റില്ല എന്നുള്ളത് ഇമാമിങ്ങൾക്ക് പരിചയമില്ല, ഖുർആനിലും സുന്നത്തിലും പരിചയമില്ല. ഇനി സഹോദരന്മാരെ, ജനങ്ങൾക്ക് തിരിയുന്ന ഖുതുബയിൽ ഭാഷ നടത്തണം. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതിവിടെ മമ്മൂട്ടി ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയണില്ല. 6-ാമത്തെ ക്ലിപ്പ് നമുക്ക് ഒഴിവാക്കാം, 6A എന്നുള്ള ക്ലിപ്പ്. അതേപോലെ തന്നെ ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് സ്ത്രീകൾ പോയിട്ടില്ല എന്ന് മുസ്ലിയാർ പറഞ്ഞു. ക്ലിപ്പ് ഒഴിവാക്കണം, സമയമില്ല നമുക്ക്. റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് സ്ത്രീകൾ പോയിട്ടില്ല. ഇവര് മുജാഹിദുകളാണ് സ്ത്രീകളെ പള്ളി കൂക്കിൽ കൊണ്ടത്. ആണോ സഹോദരന്മാരെ? ആണോ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഇപ്പോഴും പെണ്ണുങ്ങളുണ്ട്. ഇപ്പോഴും മദീനത്തെ പള്ളിയിൽ പെണ്ണുങ്ങളുണ്ട്, മക്കത്തെ പള്ളിയിലുണ്ട്. ഇനി നോക്കിക്കോ നിങ്ങൾ, ഹദീസ് എവിടെയാണ്? പ്രമാണം എവിടെയാണ്? ആ വിഷയത്തിൽ നിങ്ങൾക്ക് പ്രമാണമുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, ലാ തംനൂ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാർത്തികളെ, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിൽ നിന്നും തടയാൻ പാടില്ല. ആണുങ്ങളെ, പെണ്ണ് പള്ളിയിൽ പോകാൻ ഉദ്ദേശിച്ചാൽ അവർ പോകട്ടെ. മുജാഹിദുകൾ കയ്യും പിടിച്ച് നിർബന്ധമായും കൊണ്ടുപോകുന്നില്ല. മുജാഹിദുകൾ പറയുന്നത് സുന്നത്താണ്, ഒരു പൊയ്ക്കോട്ടെ, ഒരു പറ്റും, അതിന് കൂലി കിട്ടും, നിർബന്ധമാണെന്ന് പറയുന്നില്ല. പക്ഷെ മുസ്ലിയാക്കൾ പറയുന്നു ഹറാമാണ്, ദീനിലില്ലാത്തതാണ്, മുജാഹിദുകൾ കൊണ്ടുവന്നതാണ്. അപ്പൊ ഈ ഹദീസോ? അപ്പൊ ചില മുസ്ലിയാക്കന്മാർ പറയാം ഇജാബിന്റെ ആയത്തിന് മുമ്പാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ആയിഷ ബീവി നമ്മുടെ ഉമ്മ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅതകിഫു അവാഖിറ മിൻ റമളാനിൽ റസൂലുള്ളാഹി ഈതികാഫിരിക്കും ഹത്താ തവഫാഹുല്ലാഹു അസ്സ വജല്ല. റസൂലുള്ളാഹി വഫാത്താകുന്നവരെ റസൂലുള്ളാഹി അവസാനത്തെ ഫത്തിൽ ഈതികാഫിരുന്നിട്ടുണ്ട്. സുമ്മ ഈതകഫ അസ്വാജുഹു മിൻ ബഅദിഹി, റസൂലുള്ളാഹിന്റെ കാലശേഷം റസൂലുള്ളാഹിന്റെ ഭാര്യമാർ പള്ളിയിൽ ഈതികാഫിരുന്നു. റസൂലുള്ളാഹിന്റെ കാലശേഷം ആയത്തിറങ്ങോ? റസൂലുള്ളാഹിന്റെ കൂടെയും റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഇത്തികാഫിരുന്നു, റസൂലുള്ളാഹിന്റെ കാലശേഷവും ഇത്തികാഫിരുന്നു. റസൂലുള്ളാഹിന്റെ കൂടെയും നിസ്കരിച്ചു, റസൂലുള്ളാഹിന്റെ കാലശേഷവും നിസ്കരിച്ചു. പെണ്ണ് പള്ളിയിൽ പോലെ നിർബന്ധം നമ്മൾ പറഞ്ഞിട്ടില്ല. ഹറാമാണെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കളെ നിങ്ങൾ ദീനിന്റെ പേരിൽ കള്ളം പറയുകയാണ്. നിങ്ങൾക്ക് അതിൽ ബേജാറില്ലല്ലോ അല്ലേ? പിന്നെ ഇവിടെ ചെയ്തത് എന്താന്ന് വിചാരിച്ചാൽ, ഇവരിവിടെ ചെയ്തത്, മുജാഹിദുകളിൽ ചില ആൾക്കാരുണ്ട്, ഞങ്ങൾ മുജാഹിദുകളാണ് സലഫികളാണെന്ന് പറഞ്ഞെടുക്കുന്ന ചില കള്ളനാണയങ്ങൾ. അവര് ഒരുപാട് ഹദീസുകൾ നിഷേധിക്കുന്നു. സിഹറിന്റെ ഹദീസുകൾ, സംസം വെള്ളത്തിന്റെ ഹദീസ്, അജുവാ കാരകയുടെ ഹദീസ്,
നബിയുടെ മുടി അതിന് ബറക്കത്തുണ്ട്, നബിയുടെ മുടിയാണെങ്കിൽ ബറക്കത്തുണ്ട്, വിയർപ്പിന് ബറക്കത്തുണ്ട്, അതൊക്കെ നിഷേധിക്കുന്നു. അതൊക്കെ ഞങ്ങളെ നിഷേധിക്കുകയാണെന്ന് പറഞ്ഞു ഇവിടെ മുജാഹിദുകളുടെ കള്ളനാണയങ്ങളെ ഞങ്ങളെ പേരിൽ കെട്ടിച്ചമച്ച് ഇത് ഈ പറയുന്ന മുസ്ലിയാക്കൾക്ക് അറിയാം ഇവര് നല്ല യഥാർത്ഥ മുജാഹിദുകളാണ്, ഞങ്ങൾ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദാണ്. എന്നാലും മുസ്ലിയാക്കൾക്ക് ഏതെങ്കിലും ഇവിടെ നിലനിന്നുപോണ്ടേ അല്ലേ? ഈ നിഷേധ പ്രവണതകൾ മുജാഹിദുകളുടെ പേരിൽ പറഞ്ഞപ്പോ 1-ാം തീയതി ഞങ്ങൾ മറുപടി എടുത്തിട്ടുണ്ട് അല്ലേ? ആ 6 ക്ലിപ്പ് ഒന്ന് ഇട്ടുകൊടുക്കും അല്ലേ? ഞങ്ങളുടെ നേതാവ് അബ്ദുൽ മാലിക് സലഫിയുടെ മറുപടിയാണ്, നിങ്ങൾ നോക്കൂ. ഇന്ന് CD ടവറിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഷഫീഖ് ഹസൻ എന്നാണ് പേര്. ചേകനൂർ മൂലം എങ്ങനെ ഹദീസിനെ പരീക്ഷിക്കണം അതേപോലെ പരീക്ഷിക്കാം. ചില ആൾക്കാർ ഞങ്ങളവിടെ ഹദീസ് നിഷേധിച്ചു, ഞങ്ങളവിടെയാണ് CD ടവർ. ചില ആൾക്കാർ ചോദിക്കണം, സാധാരണക്കാരായിരിക്കും, എന്നാ കേട്ടോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അജ്വാകാരികളുടെ ഹദീസ് ചേകനൂരികൾ എങ്ങനെയാണോ പരീക്ഷിക്കുന്നത് അതേപോലെ പരീക്ഷിക്കുന്നത്. CD ടവർ കേട്ടോളൂ. ഈ ക്ലിപ്പ് ഒറ്റ ക്ലിപ്പാണ്. ഇതിന് മറുപടി 1-ാം തീയതി കൊടുത്തിട്ടുണ്ട്. ഈ ഹദീസ് നിഷേധ പ്രവണകൾ മുജാഹിദുകളുടെ പേരിൽ കള്ളനാണയങ്ങൾ പറഞ്ഞപ്പോൾ 1-ാം തീയതി ഞങ്ങൾ ഇതിനും അതുപോലെ തന്നെ മറ്റുള്ള സമാനമായ ഹദീസ് നിഷേധത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഈ മുസ്ലിയാക്കന്മാർക്ക് അറിയാം. എന്നാലും ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ യഥാർത്ഥ മുജാഹിദുകളുടെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടാലും മൈലേജ് കിട്ടുകയുള്ളൂ എന്ന് അവർക്കറിയാം. ഇനി സഹോദരന്മാർ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞത് മുജാഹിദുകളുടെ ആദർശം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് പറഞ്ഞതല്ല ഈ ആഴ്ചയിലെ തൗഹീദല്ല, അടുത്ത ആഴ്ചയിലെ തൗഹീദല്ല ഈ ആഴ്ച. ഒരു 2 ക്ലിപ്പോ 7-8 ക്ലിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ ആഴ്ച വന്ന് ആ ആയത്തിന് പറഞ്ഞ അർത്ഥാവൂല, പിറ്റത്തെ ആഴ്ച വരുമ്പോ കഴിഞ്ഞ ആഴ്ച ആ ആയത്തോതി പറഞ്ഞ തൗഹീദാവൂല, പിറ്റത്തെ വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോ പറയുന്നത് നമ്മൾ ഇസ്ലാമിക വിശ്വാസങ്ങളായി ജീവിതത്തിൽ ഒരു വിശ്വാസമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ വഹാബികൾ 100 ആള് കൂടുന്ന വ്യത്യസ്ത പ്രായക്കാരുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങാടിയിൽ വന്ന് വഹാബികൾ വല്ലാത്ത ഡയലോഗ് പറയും. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ലാത്ത ആശയാണ്, ഒരു വിശ്വാസത്തിലും ഞങ്ങളിൽ മാറ്റം ഉണ്ടാകലില്ല എന്നൊക്കെ പറയും. അത് ആ അങ്ങാടിയിൽ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മാറ്റമില്ലാതെ അങ്ങാടിയിലുള്ള ആളുകൾക്കറിയാം. മാറ്റം മുഴുവൻ ആർക്കാണ്? സമസ്തക്കാർക്കാണ്. തൗഹീദ് പോലും തീരുമാനമായിട്ടില്ല. 100-ാം വാർഷികം സമസ്തയുടെ 100-ാം വാർഷികം ആഘോഷത്തിന്റെ തിരക്കിലും അതേപോലെ തന്നെ അടിയിലുമാണ് 2 സമസ്തക്കാരുമുള്ളത്. തൗഹീദ് പോലും തീരുമാനമായിട്ടില്ല. ആരാ ലോകം നിയന്ത്രിക്കുന്നത്? CM മടവൂരാണെന്ന് ഒരു വിഭാഗം, അതേപോലെ തന്നെ മലക്കുകളാണ്, ജിബ്രീലാണ് എന്ന് മറ്റു വിഭാഗങ്ങൾ. ഇവരെല്ലാം കൂടി ലോകം നിയന്ത്രിക്കുമ്പോൾ അള്ളാഹ്ക്ക് നിയന്ത്രിക്കാൻ ലോകമില്ല എന്ന് ചിന്തിക്കുന്ന AP കുട്ടികളായിട്ടുള്ള ആളുകൾ. റസൂലുള്ളാഹി അല്ലേ അഷ്റഫുൽ ഖൽഖ്? CM മടവൂരിനേക്കാളും ജിബ്രീലിനേക്കാളും എത്രയോ വലിയവനാണ്, മഹത്താണെന്ന് അഷ്റഫ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്കറ്റെ ലോകം നിയന്ത്രിക്കാൻ ലോകവുമില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് CM ആണ് അല്ലേ? ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്ന CM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ പറയാണ് അല്ലേ? 9-ാമത്തെ ക്ലിപ്പ് തുടങ്ങി. നമ്മുടെ കേരളത്തിൽ ജീവിച്ചു വഫാത്തായി പോയ മഹാനരായ ശൈഖുൽ മശായിഖായ റഈസുൽ മഹ്ബൂബീനായ സുൽത്താനുൽ ഔലിയായ ഖുതുബുൽ ആലമായ മുദബ്ബിറുൽ ആലമായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെന്ന് പറയുന്നു, എന്നെ ഹയാത്തിൽ കണ്ടവരുടെയോ ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരുടെയോ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ്. ശൈഖുനാ മടവൂർ. ഇത് കേൾക്കുമ്പോ ആരും ബേജാറാകേണ്ടതില്ല. മടവൂര് ശൈഖുനയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവന് നരകം സ്പർശിക്കൂല. മുദബ്ബിറുൽ ആലമാണ്. മടവൂരിന്റെ മുഖത്തേക്ക് ഒരാളെ നോക്കിയാൽ നരകം സ്പർശിക്കൂല. നരകത്തിലല്ല സ്വർഗത്തിലാണെന്ന് തനിച്ച കുഫ്ർ ഈ മുസ്ലിയാക്കന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, അഷ്റഫുൽ ഖൽഖിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നരകം സ്പർശിക്കൂല എന്ന് ദീൻ പറഞ്ഞുകണോ? ഇതാണോ നിങ്ങളുടെ ആദർശം അല്ലേ? ഇതാണോ നിങ്ങളുടെ ആദർശം? അപ്പൊ മുദബ്ബിറുൽ ആലമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, മടവൂരാണ്. ഇത്ര കുഫ്റാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ, അബൂബക്കർ തങ്ങളുടെ, അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ മുഖത്തേക്ക് നോക്കിയാൽ അവരെ നരകം സ്പർശിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നബിയുടെ കരളിന്റെ കഷ്ണമായ മകളോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മോളോട് പറഞ്ഞു, മോളെ നരകത്ത് നിന്റെ തടിയെ നരകത്തിന് നീ കാത്തോ എന്ന് മോളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ മോളിനെ കണ്ടുകണല്ലോ, ഇഞ്ചി നരകത്ത് കിടക്കൂല, നിന്നെ കണ്ടോലൊന്നും നരകത്ത് കിടക്കൂല എന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ടോ? ആരുടെ ആദർശമാണിത്? നിങ്ങൾ പറയണം സഹോദരൻ.
പണ്ഡിതന്മാര്. അപ്പോ വീണ്ടും ആദർശം മാറുകയാണ്. മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ല, മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ല. ഇവിടെ വഹാബ് സഖാഫിനെ പറയട്ടെ, 10ാമത്തെ ക്ലിപ്പ് ഇട്ട് കൊടുക്കൂ. ഒരാൾ മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്നു, പിന്നെ ആദർശം മാറ്റുന്നു. അപ്പൊ സഹോദരന്മാരെ, എന്തേ പറഞ്ഞതുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തിന്റെ മുദബ്ബിർ. ലോകത്തിന്റെ മുദബ്ബിർ എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവൻ സ്പർശം. ലോകത്തിന്റെ മുദബ്ബിർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തൊട്ടു മുസ്ലിയാർ എന്താ? CM മടവൂരാണ്. ഇനി ഈ മുസ്ലിയാർക്ക് പറയാനുള്ള അവകാശമുണ്ടോ? ഇല്ല. ലോകത്തിന്റെ മുദബ്ബിർ, ലോകത്തിന്റെ മുദബ്ബിർ മലായിക്കത്തുകളാണ് നിങ്ങൾ വിശ്വസിക്കണില്ലേ? അതേപോലെ തന്നെ ലോകത്തിന്റെ മുദബ്ബിർ പിന്നെ ഖുതുബുൽ ആലം മുദീൻ ശൈഖാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? CM കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എന്താ അവകാശം എന്ന് തിരുവട്ടൂരുകൾ ചോദിക്കുന്നു. ആദ്യം സംസാരിച്ച മുസ്ലിയാക്കളുടെ ആളുകൾ ചോദിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സഹോദരന്മാരെ, കേരളത്തിൽ ഔലിയാക്കന്മാരുടെ പേരിൽ കള്ളക്കറാമത്തുകളുടെ പിന്നെ പെരുമയ തന്നെയായിരുന്നു. തള്ളിമറച്ചിലുകൾ, ഔലിയാക്കന്മാരുടെ പേരിൽ മായാവിക്കഥകൾ അല്ലേ? CM എങ്ങാനും കണ്ണ് അടച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും. എല്ലാം നിയന്ത്രിക്കുന്നത് CM ആണ്. ട്രെയിനുകൾ അതേപോലെ തന്നെ ട്രെയിനുകൾ കൂട്ടിമുട്ടും, ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും. കാരണം അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതാണ് CM മടവൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആരാ CM മടവൂർ? ഈ കോഴിക്കോടുള്ള മുസ്ലിയാരാണ്. അദ്ദേഹത്തിന് ഭ്രാന്തായി എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ബുദ്ധിയെ പോലും നിയന്ത്രിക്കാൻ ആ സാധുവിന് കഴിഞ്ഞില്ല. ഷുഗർ അടിച്ചു കയറി കാലിന്റെ വിരൽ മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് വലിയ മാരകമായ രോഗമെന്ന് അയാൾ സമയമായപ്പോൾ മരിച്ചുപോയി. സ്വന്തം ശരീരത്തിലെ മുടി പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആളുകൾ അവർ ലോകം നിയന്ത്രിക്കുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന മുസ്ലിയാക്കന്മാർ അഹ്ലുസ് സുന്നയുടെ പേരിലാണെന്ന് പറയുന്നത്, ദീനിന്റെ പേരിലാണെന്ന് പറയുന്നത്. പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ അല്ലാഹുവിൽ നിന്നും ഔലിയാക്കന്മാരിലേക്കും ശിർക്കിലേക്കും കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത്. ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ യഥാർത്ഥ ഔലിയാക്കളല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശൈലി കുല്ല വലാ തഖിൽനി ഇലാ നഫ്സി തറഫതൈൻ. അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ ഇമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ. ലോകം ഏൽപ്പിക്കല്ലേ എന്നല്ല, 1 മണിക്കൂർ ഏൽപ്പിക്കല്ലേ എന്നല്ല, കണ്ണിന്റെ ഇമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്ന് അഷ്റഫുൽ വറാ മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടാണ് ഒരു ഭ്രാന്തനായിട്ടുള്ള മുസ്ലിയാർ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ CM മടവൂർ എന്ന് പറയുന്ന ആള് ലോകം നിയന്ത്രിക്കുന്നു അല്ലേ? പിന്നെന്താ, ഇങ്ങനെ ആദർശം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ആദർശം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും ഇവരെ ആദർശം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി നോക്കൂ, 11ാമത്തെ ക്ലിപ്പ് നിങ്ങൾ കേട്ടു നോക്കൂ. നാട് മുഴുവനും മൈക്ക് കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരുപാട് കറാമത്തുകളെ വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ട്. അല്ല മനുഷ്യന്മാരെ, ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന കൗമിനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് പറയുന്നവരോടാണ് ചോദിക്കുന്നത്. ഈ കൗമിന്റെ അന്തത്തിനനുസരിച്ച്, അതല്ലെങ്കിൽ ഓല് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനനുസരിച്ച് ഉള്ള കറാമത്തന്നെ ആണെങ്കിലും നിങ്ങൾ പറയാവോ? ഇതെന്നിട്ട് കെട്ടി വലിച്ചുണ്ടാക്കി ഒരുപാട് കറാമത്ത് ഇങ്ങനെ വേറി വിടുമ്പോ വിശ്വാസം കൂടി കറാമത്തിന്റെ പേരും പറഞ്ഞ് മായാവിക്കഥകൾ തള്ളിമറിച്ച് മുസ്ലിയാക്കന്മാർ തള്ളിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 4, 10, 100 അല്ല. ലോകം നിയന്ത്രിക്കുന്നു, ട്രെയിനുകൾ കൂട്ടിമുട്ടുന്നു, അതേപോലെ തന്നെ ഇവരാണ് എല്ലാം ചെയ്യുന്നത്. എന്തെല്ലാമാണ് സഹോദരന്മാർ ഇവിടെ പറയും. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് പറഞ്ഞപ്പോ ഇവരടിയിൽ തന്നെ എന്തായി? പ്രശ്നങ്ങളായി. അപ്പൊ ചില മുസ്ലിം ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെ നിയന്ത്രണം വിട്ട കറാമത്തുകൾ പറഞ്ഞപ്പോൾ ഇവരുടെ വലിയ നേതാവുണ്ട് അലവി സഖാഫിയും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് പേരോട് ഉസ്താദ്, ഇവർ ഉലമാ സമ്മേളനം, പണ്ഡിതന്മാരൊക്കെ സമ്മേളനം വിളിച്ചു. എന്നിട്ട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ, ജനങ്ങളുടെ ഈമാൻ ഫസാദായി. ഇവിടെ വന്ന വഹാബ് സഖാഫി പറഞ്ഞ എന്താ? മുജാഹിദുകളെ കൊണ്ട് ജനങ്ങൾ ഈമാൻ ഫസാദായി, ഈമാൻ കുറഞ്ഞ് ഓലൊക്കെ കാഫിറുകളായി പോവുകയാണ്, ആളുകൾ കാഫിറാണ് മുജാഹിദുകളെ കൊണ്ട്. അല്ല, ഈ ജനങ്ങളുടെ ഈമാൻ ഇങ്ങനെയാണ് ഫസാദാണ്, ഈശ്വരവാദത്തിലേക്ക് പോകുന്നു. ഇജാതി മായാവി കള്ളുമറിച്ച് കഥകൾ പറയരുത് എന്ന് പറഞ്ഞ് ഉലമാ കോൺഫറൻസ് എടുത്തു. പണ്ഡിതന്മാരൊക്കെ വിളിച്ചുകൂട്ടി. 2 ജില്ലയിലേ നടന്നിട്ടുള്ളൂ, 3ാമത്തെ അടിച്ചു പിരിച്ചു. ഞാൻ പറയാം, എന്താ കാരണം എന്നല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ആലിബി സഖാഫി പറയുന്ന എടുത്തു കൊടുക്കുക. ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാക്കി നിർത്തുന്നതാണ്. എന്താ, സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും വലിയ പേരുള്ള ആ വലിയാണ് എന്നുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹു നൽകിയിടുന്ന വലിയ ഒരു സിഫത്താണ്, വിശേഷണം. എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞ് നമ്മളാരും അല്ലാഹു ജനങ്ങൾക്ക് സംശയിപ്പിക്കുന്ന, സംശയമില്ലാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും പറയാൻ പാടില്ല. നിൽക്കട്ടെ, ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന വാക്കുകളും സംസാരങ്ങളും പറയാൻ പാടില്ല. ആര്? അലവി സഖാഫി. എന്തെങ്ങനെ പറയാൻ കാരണം?
ഞാൻ ചോദിക്കട്ടെ, ഉലമ കോൺഫറൻസിലെ നോട്ടുണ്ട്, എന്താ വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ കേട്ട് കേൾവിയുടെ പേരിൽ പറയരുത്. അപ്പൊ ചില മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നു. അപ്പൊ നമ്മൾ മാല പറയാൻ പറ്റുമോ? മോദി ശേഖരനെ കുറിച്ച് പറയാൻ പറ്റുമോ? അലവി സക്കാഫി മറുപടി പറയണം, ഇവിടെ മറുപടി പറയണം. അല്ലെങ്കിൽ നിങ്ങൾ നിന്റെ നിലപാട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. മാല മൊഴികൾ പറയാൻ പറ്റുമോ? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒട്ട തട്ടിയ കഥ ജനങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്നതല്ലേ. CM-ന്റെ പേരിൽ പറയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞത്, അതല്ല മോദി ശേഖരന്റെ പേരിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ പറയണം. ഇതെല്ലാം ജനങ്ങൾക്ക് സംശയം ജനിപ്പിക്കുന്നതല്ലേ. നിങ്ങൾ എന്താ പറഞ്ഞേ? അള്ള കണക്കില്ലാതെ കൈ കൊടുക്കും. കണക്കില്ലാതെ കൈ കൊടുക്കുന്ന ലോകം നിയന്ത്രിച്ചൂടെ? പിന്നെ നിങ്ങൾ മുടക്കണ്. അതാണ് നൗഷാദാസിനെ ടീം ചോദിക്കുന്നത്. മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതുവരെ കണക്കില്ലാതെ കൊടുക്കുന്നു പറഞ്ഞ ആൾക്കാരെ, എല്ലാം നിയന്ത്രിക്കുന്നു പറഞ്ഞ ആൾക്കാരെ, എന്ത് കറാമത്തും പറഞ്ഞ ആൾക്കാരെ പിന്നെയും ആദർശം മാറ്റുന്നു. ആരാ മാറ്റുന്നത്? സമസ്തക്കാരാ മാറ്റുന്നത്. എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറയാൻ പാടില്ല അല്ലേ? നിങ്ങള് CM പിന്നെ നിങ്ങൾ മോദി ശേഖരനെ കുറിച്ച് എന്താ പറയുന്നത്? മാല കിതാബുകളിൽ പറയുന്നത് അനാ കുന്തു മഅനൂഹിൻ ബിഅലാ സഫീനത്തിൻ ബിഹാറൻ വതുഫാനൻ അലാ കഫി ഖുദ്റതി. മോദി ശൈഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് 5 നൂറ്റാണ്ട് കഴിഞ്ഞ് 600 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 500 കൊല്ലം കഴിഞ്ഞ് ജനിച്ച മോദി ശൈഖ് നൂഹ് നബിയുടെ കപ്പലിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലൂടെയാണ് അവർ കപ്പലിൽ രക്ഷപ്പെട്ടത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബിന്റെ തീയിലുണ്ട്. അതേപോലെ തന്നെ ഇസ്മായിൽ നബിനെ അറക്കണ സമയത്തുണ്ട്. അതേപോലെ തന്നെ മൂസാ നബിന്റെ അള്ളാഹിനോട് സംസാരിച്ച സമയത്തുണ്ട്. ആര്? മോദി ശൈഖ്. ഇത് അവിശ്വാസം ജനിപ്പിക്കുന്ന കഥകളല്ലേ? ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മാല കിതാബ് അലവി സഖാഫി പറയണം, ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറയണം. നിങ്ങളുടെ ടീമാണല്ലോ. മാല കിതാബുകൾ മുഴുവനും തോട്ടിലെറിയേണ്ടി വരും. സമസ്ത ആദർശം പൊളിയുന്നു, മാറ്റി മാറ്റി വരുന്നു. ഇനി അടുത്ത സഹോദരന്മാരെ, എന്തിനാ സമസ്തയുടെ ആദർശം? സമസ്തയുടെ ആദർശം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറയുന്നുണ്ട്. സമസ്തയുടെ ആദർശം ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് സമസ്തയുടെ ആദർശം. ക്ലിപ്പിടുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. എന്നാൽ അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആദർശം മാറ്റിയിട്ട് എന്താ പറയുന്നത്? സമസ്ത എന്തിനാണ് ഉണ്ടായത്? 13ാമത്തെ ക്ലിപ്പ് ഒരു മുസ്ലിയാർ പറയട്ടെ, എന്തിനാ സമസ്ത ഉണ്ടായത്? പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാളവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയ പടുത്തുയർത്താൻ യാ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ അല്ലാഹു അല്ലാത്ത പിന്നെ മോദി ശേഖരനെ വിളിക്കുന്ന ഒരു കൂട്ടത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന ഉണ്ടായത്. റഷീദ് മൂസ മുസ്ലിയാർ പറയാണ് ഇവരുടെ ഏറ്റവും വലിയ ആദ്യത്തെ നേതാവ് അല്ലാഹു അല്ലാത്ത വിളിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ആദർശം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദർശം മാറ്റി. ഇനി അതേപോലെ തന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പേരോട് സഖാഫി പറയുന്നുണ്ട്, മുജാഹിദുകൾ ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, സഹായം ചോദിക്കാറേ ഉള്ളൂ. സഹായം ചോദിക്കാറേ ഉള്ളൂ. മുജാഹിദുകളാണ് ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നത് മുജാഹിദുകളാണ്. 14ാമത്തെ ക്ലിപ്പ് ഒന്നിട്ട് കൊടുക്കുക. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ്. കണ്ടില്ലേ? മുജാഹിദുകൾ പറയുന്നത് ഞങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാന്ന് പറയലില്ല, ഇതാണ് ഞങ്ങൾ ആദർശം എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും മാറുകയാണ്. ഇങ്ങനെ സഹോദരന്മാരെ 100 കൊല്ലായി തൗഹീദിന്റെയും പ്രാർത്ഥനയുടെയും കറാമത്തിന്റെയും വലിയിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും അതേപോലെ തന്നെ ദുആഇന്റെയും ഇബാദത്തിന്റെ വിഷയം പോലും ഈ സമസ്തക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഒരാഴ്ചയിൽ ഒന്ന്, മറ്റൊരാഴ്ചയിൽ ഒന്ന്. ഇനി കേട്ടു നോക്കൂ, മുജാഹിദുകളാണോ പറയുന്നത് സമസ്തക്കാർ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയുന്നത് കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അസ്ഹരി പറയുന്നത് കേട്ടു നോക്കൂ. എന്താണ് അതിന്റെ കാരണം? നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. കണ്ട, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആരാ പറയണത്? കാന്തപുരത്തിന്റെ മകനാ പറയണത് അല്ലേ? ആദർശം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ മാറ്റങ്ങൾ. ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയാറില്ല, ഇപ്പൊ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. ഇങ്ങനെ സഹോദരന്മാരെ എന്തെല്ലാം വിഷയങ്ങളാ സഹോദരന്മാരെ, എന്തെല്ലാം വിഷയങ്ങളാണ്. മുസ്ലിയാക്കന്മാര് പറയാണ് എല്ലാം ചെയ്തു തരുന്നത് മടവൂരാണ്, മഹാന്മാരാണെന്ന് പറയാം. മടവൂര് നമുക്ക് രോഗം മാറ്റി, ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി, പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി, എന്നെ സമ്പന്നനാക്കി. മടവൂര് തന്നെ ചെയ്തു, മഹാന്മാര് എന്റെ പ്രയാസം നീക്കി എന്ന് പറയാം, കുഴപ്പമില്ല. എല്ലാം ചെയ്തിരുന്ന മടവൂരാണ് എന്ന് നമുക്ക് പറയാം എന്നായിരുന്നു സമസ്തയുടെ ആദർശം. ഇപ്പൊ അത് മാറ്റി.
അത് മാറ്റുന്നു ഇൻഷാ അല്ലാഹ്. 15 ബി നിങ്ങൾ കേട്ടു. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, മടവൂരിൽ നിന്നാണ്. CM മടവൂരാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് സമസ്തയുടെ ആദർശം. സമസ്തയുടെ ആദർശം അതാണ്. പക്ഷേ വീണ്ടും മലക്കം പറയുന്നു, ആദർശം മാറുന്നു. പേരോട് ഉസ്താദ് പറയാണ്, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അതൊരു അദബ് കേടാണ്. അള്ളയാണ് തരുന്നെന്ന് പറയാ, അല്ലെങ്കിൽ അള്ള നിമിത്തമായിട്ട് മഹാന്മാര് തരാന്ന് പറയാം. മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറിഞ്ഞണമെന്നുള്ളത് വേറെ വിഷയം. പക്ഷേ സഹോദരന്മാർ, ഇപ്പോഴും തൗഹീദ് തീരുമാനമായിട്ടില്ല. സമസ്തയുടെ അടിത്തറയാണ് ഇളകിക്കൊണ്ടിരിക്കുന്ന. പേരോട് പറയട്ടെ, 16-ാമത്തെ ക്ലിപ്പ്. ഏറ്റവും നല്ലത് അതേ മഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് എന്താണ്? പിന്നെ ശേഷം പറയുന്നുണ്ട്, അതുള്ള വർത്താനം എന്താണ്? നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി മുഖേന തന്നു. ആര് തന്നു? അള്ളയാണ് തന്നത്. നബി മുഖേന അള്ള തന്നു. നബി മുഖേന ബദരീങ്ങൾ തന്നു. ഇതിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? സഹോദരന്മാരെ, ഇതാണ് അവസ്ഥ. എന്നിട്ട് ഇവരാണ് മുജാഹിദുകളെ കളിയാക്കിയത്. മുജാഹിദുകളുടെ ആദർശം മാറിയിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ സഹോദരന്മാരെ സ്ഥിരതയില്ലാത്ത ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് വിശ്വാസങ്ങളും കൊണ്ട് നടക്കുന്നു. മലക്കം മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹോദരന്മാരെ. പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ കൈയുള്ളല്ല കാലുള്ളല്ല, മുജാഹിദുകൾക്ക് കൈയുള്ളല്ല കാലുള്ളല്ല അല്ലേ? ആണോ? അങ്ങനെയാണോ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് യദുല്ലാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന്റെ യദെന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ വിശദീകരിക്കാൻ പോണ്ട. അല്ലാഹുവിന്റെ വജ്ഹു റബ്ബിക, അല്ലാഹുവിന്റെ മുഖം എന്ന് വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ സിഫാത്തുകൾ വന്നിട്ടുണ്ട്. എങ്ങനെ മനസ്സിലാക്കണം? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ശാഫി മദ്ഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം. അല്ലാഹു ആകാശത്താണ്, അർശിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ശാഫി മദ്ഹബിലെ പണ്ഡിതൻ പറയുകയാണ്, ഫലിന്നാസി ഫീ ഹാദൽ മഖാമി മഖാലാത്തുൻ കസീറത്തുൻ ജിദ്ദാ ലൈസ ഹാദാ മൗദിഉ വസ്തിയാ. ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശദമായി പറയാനുള്ള സമയമല്ല. വഇന്നമാ നസ്ലുഖു ഫീ ദാലികൽ മഖാമി, ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നത് മദ്ഹബ സലഫ് സാലിഹ്, അല്ലാഹുവിന്റെ കൈ, അല്ലാഹുവിന്റെ മുഖം എന്നൊക്കെ പറയുമ്പോ നമ്മൾ സലഫ് സ്വാലികൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കണം. ആരാണ് സലഫ് സ്വാലികൾ? മാലികുൻ വൽ ഔസാഇ വത്തൗരി വൽ ലൈസ് ബിൻ സഅദ് വശാഫിഈ. ശാഫി ഇമാമും മാലിക് ഇമാമും വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ് നമുക്ക് പറയാനുള്ളത്. മിൻ ഗൈരി തകീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅതീലിൻ. അതേ, അതിനെ വിശദീകരിക്കാൻ പാടില്ല, അതിനെ നിഷേധിക്കാൻ പാടില്ല, അത് ഇന്ന പോലെയാണെന്ന് പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ കൈ ജനങ്ങളുടെ കൈയിനെ പോലെയാണെന്ന് പറയാൻ പാടില്ല. ഇതാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ സമസ്തക്കാര് തന്നെ, പേരോടിന്റെ ക്ലിപ്പുണ്ട് ഞാൻ ഇടുന്നില്ല, സമസ്തക്കാര് തന്നെ അവര് ഇഹ്യാ ഉലൂമുദ്ദീൻ ഗസാലിയുടെ കിതാബ് പരിഭാഷ എഴുതിയപ്പോൾ അവർ എഴുതുകയാണ്, ഭൂമി കുല്ലുമൻ അലൈഹാ ഫാൻ എന്നുള്ള ആയത്തിന്റെ വിശദീകരണം. അതിന്റെ അർത്ഥം ഭൂമിയുടെ ഭൂമുഖത്തുള്ളതെല്ലാം നശിച്ചു പോകും. എന്നാൽ മഹത്വത്തിന്റെയും ആദരവിന്റെയും നാഥനായ നിന്റെ രക്ഷിതാവിന്റെ മുഖം, ആരാ? സമസ്തക്കാരെ, ഇതാണ് അള്ളാന്റെ മുഖം. മുഖമുള്ള അള്ളാഹ് നിങ്ങൾ കളിയാക്കോ? ഇവിടെ മുസ്ലിയാരെ അള്ളാനെ കളിയാക്കണം, മുജാഹിദുകളെ കളിയാക്കണം ഉപരി വിചാരിച്ചു. പക്ഷെ അള്ളാനെയാണ് കളിയാക്കിയത്. ഇനിയോ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, പിന്നെ അവർ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതുകയാണ്, സത്യവിശ്വാസിയുടെ ഹൃദയം തിളച്ചുമറിയുന്ന പാത്രത്തേക്കാൾ അധികം വികാരവിശുദ്ധമാണ്. സത്യവിശ്വാസിയുടെ ഹൃദയം പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ വിരലുകളിൽ 2 വിരലുകൾക്കിടയിലാണുള്ളത്. അള്ളാഹുവിന്റെ വിരൽ ആരാ പറയുന്നത്? സമസ്തക്കാരാ പറയുന്നത്. എന്നിട്ട് ഞങ്ങളെ കളിയാക്കുന്നു. സഹോദരന്മാരെ, എന്താണോ സമസ്തക്കാർക്ക് വിഷയത്തിൽ പിഴവ് വന്നിട്ടുണ്ട്? എന്താണ്? അള്ളാഹുവിന് വിരലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക, നമ്മുടെ വിരലിനെ പോലെയല്ല. ഇത് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ മുഖമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വജഹ് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സ്വാദിൽ ഇബ്ലീസിനോട് ചോദിച്ചു, ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആദമിന് നീ എന്താ സുജൂദ് ചെയ്യാത്തത്? സമസ്തക്കാരുടെ തഫ്സീറിൽ എന്താ അർത്ഥം കൊടുത്തത്? അല്ലാഹു ഇബ്ലീസിനോട് ചോദിച്ചു, എന്റെ കരം കൊണ്ട്, എന്റെ കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചതിന് നീ എന്താ സുജൂദ് ചെയ്യാത്തത്? യാ ഇബ്ലീസു മാ മനാകൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതിന് എന്താ സുജൂദ് ചെയ്യാത്തതെന്ന് അല്ലാഹു ചോദിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ കൈ ആരെഴുതിയത്? സമസ്തക്കാരെ എഴുതിയത്
അല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക, എന്താണ് അള്ളാഹുവിന്റെ മുഖം, അള്ളാഹുവിന്റെ കൈ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറക്കം, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു, ഇസ്തിവാ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ അതുപോലെ മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം എന്താണോ നമ്മൾ മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കുക. വിശദീകരിക്കാൻ പാടില്ല, നിഷേധിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ഇന്ന രീതിയിലാണെന്ന് പറയാൻ പാടില്ല. അല്ലേ? ഇതാര് പഠിപ്പിച്ചതാ? ഇമാം ഷാഫി പഠിപ്പിച്ചതാണ്, മദ്ഹബി പണ്ഡിതന്മാരെ പഠിപ്പിച്ചാണ്. അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് നമ്മുടെ പരലോകം രക്ഷപ്പെടണം. നമുക്ക് നമ്മുടെ പരലോകം രക്ഷപ്പെടണം. ഇത് വാശിയുടെയും വൈരാഗത്തിന്റെയും തോൽവിയുടെയും ജലത്തിന്റെയും വിഷയമല്ല. നമ്മുടെ പരലോകം രക്ഷപ്പെടണം. മുത്തനബിയുടെ കൈ കൊണ്ട് നമുക്ക് ഹൗദുൽ കൗസർ കുടിക്കണം. വിദഅത്തിന്റെ ആളുകൾക്ക് അതേപോലെ തന്നെ മാലമൗലിദുകളും പക്ഷിപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത നമസ്കാരങ്ങൾ, നോമ്പുകൾ, അതേപോലെ തന്നെ ഹദ്ദാദുകളും റാത്തിബുകളും അള്ളാഹുവിന്റെ റസൂലിനോ സലഫ് സ്വാലികൾക്കോ പരിചയമില്ലാത്ത ഒരുപാട് വിദഅത്തുകൾ ഉണ്ടാക്കിയ ആളുകൾ, അവരൊക്കെ നരകത്തിന്റെ വിറകുകളാണ്. നാളെ പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതേ, എനിക്ക് ഹൗദുണ്ട്, ഞാൻ എന്റെ ഉമ്മത്തീങ്ങൾക്ക് ഇങ്ങനെ ഞാൻ മുക്കി കൊടുക്കുന്നു. വമൻ ശരിബ, ആരെങ്കിലും കുടിച്ചാൽ ഫലം യൽമ അബ്ദാ, പിന്നെ അവന് ദാഹിക്കുന്ന പ്രശ്നമില്ല. തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ വാസനമുള്ള ഹൗദുൽ കൗസറാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ആ ഹൗദുൽ കൗസർ കുടിക്കാൻ ഒരു വലിയ വിഭാഗം എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വരുന്നു. അങ്ങനെ ഞാൻ അവർക്ക് മുക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ എന്റെ മുമ്പിൽ മറവിയുന്നു. അപ്പോൾ ഞാൻ വേദന കൊണ്ട് പറയുന്നു, സൈഹാബി സൈഹാബി, പടച്ചോനെ പടച്ചോനെ, എന്റെ അടിമ, എന്റെ ആളുകളാണ്, എന്റെ ഉമ്മത്താണ്, ഞാൻ ഹൗദുൽ കൗസർ അവർക്ക് മുക്കി കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലെങ്കിൽ പറയപ്പെടുന്നു, ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, റസൂലേ പറ്റൂല, ഹൗദുൽ കൗസർ ബിദ്അത്തുകാരന് കൊടുക്കാൻ പറ്റൂല. അഥവാ മാലകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നർത്ഥം, മൗലിദുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നർത്ഥം, കബർ കൊട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നർത്ഥം, കബറിൽ തവാഫ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം, കബറിൽ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം, പുതിയ ദിക്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം. ബിദ്അത്തുകൾ ചെയ്ത് നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ഹൗദുൽ കൗസർ കൊടുക്കാൻ പറ്റൂല റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്തിൽ നിന്നും വലിയ വിഭാഗത്തെ ആട്ടിപ്പായിപ്പിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഉൽ അദാബ് വതകത്തഅത് ബിഹിമുൽ അസ്ബാബ്. നമ്മുടെ പണ്ഡിതന്മാര്, നമ്മുടെ നേതാക്കന്മാര്, അതേപോലെ തന്നെ അമ്പിയാ ഔലിയാക്കന്മാര്, അവർ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ. അല്ലാഹ് പറയുകയാണ്, അവരൊരിക്കലും അവരെ രക്ഷപ്പെടുത്തുന്ന പ്രശ്നമില്ല. അവരും ഇവരും വിളിച്ച് പ്രാർത്ഥിച്ചവരും അതേപോലെ തന്നെ വിളിച്ചോരും തമ്മിൽ ബന്ധങ്ങളെല്ലാം മുറിയുന്നു. അപ്പോൾ വിളിച്ച് പ്രാർത്ഥിച്ച ആളുകൾ പറയുകയാണ്, അതേ, ഞങ്ങളോട് നിങ്ങൾ ബന്ധം മുറിച്ചു അല്ലേ, പരലോകത്ത് ഞങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നില്ല അല്ലേ, ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് ഒരു മടക്കമുണ്ടെങ്കിൽ നിങ്ങളോടൊരു ബന്ധവുമില്ലാതെ ഞങ്ങൾ ജീവിക്കുമായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും, ഖുർആൻ ഓതിയിട്ട് ഹദീസ് ഓതിയിട്ട് പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കങ്ങൾ പറഞ്ഞത് മതി, ഞങ്ങളുടെ സാദാത്യങ്ങൾ പറഞ്ഞത് മതി എന്ന് പറയുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യൗമ തുകല്ലബു ഉജൂഹുഹും ഫിന്നാർ, നാളെ പിറ്റേന്ന് നരകത്തിൽ മുഖം കുത്തി, അതേപോലെ തന്നെ മുഖം കുത്തിക്കൊണ്ട് നരകത്തിൽ മറിച്ചിടുന്ന സമയത്ത് യഖൂലൂന, നരകവാസികൾ പറയുകയാണ്, അതഅനല്ലാഹു വഅതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചില്ലെങ്കിൽ എത്ര നായനെ. വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീലാ, പടച്ചറബേ, ഞങ്ങൾ ഞങ്ങളുടെ സാദാത്യങ്ങളെയും ഞങ്ങളുടെ നേതാക്കന്മാരെയും അനുസരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടിയില്ല, ഹദീസ് കേട്ടില്ല, അതേപോലെ തന്നെ ആയത്തുകൾ കേട്ടിയില്ല, ദുർവ്യാഖ്യാനിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ സാദാത്യങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തൊണ്ടതാണാതെ വീങ്ങിയല്ലോ, അവർ ഞങ്ങളുടെ നരകത്തിന്റെ വിറകുകളാക്കിയല്ലോ. റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ, പടച്ചറബേ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഞങ്ങളുടെ സാദാത്യങ്ങൾക്ക് ഇരട്ടി ശിക്ഷ നരകത്ത് കൊടുക്കറബേ, അവരെ ശപിക്കറബേ എന്ന് നരകത്തിൽ എന്ത് ആയത്ത് പറഞ്ഞു കൊടുത്താലും, എന്ത് ഹദീസ് പറഞ്ഞു കൊടുത്താലും, എന്ത് തെളിവ് പറഞ്ഞു കൊടുത്താലും നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങളെ സാദാത്യങ്ങൾ പറഞ്ഞത് മതി എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മറുപടി തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അമ്പിയാ ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകണം. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അമ്പിയാ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, അവരോട് സഹായം ചോദിക്കുകയില്ല. അവർ പഠിപ്പിച്ച ആദർശം എന്താണ്? അള്ളാഹുവിനോട് ചോദിക്കാനാണ്, അവർ ജീവിച്ച പോലെ ജീവിക്കാനാണ്. സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കന്മാരുടെ കൂടെ സ്വർഗം കരസ്ഥമാക്കണേ. അതാണ് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്. എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങൾ വഴി നടത്തണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, പടച്ചറബേ, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിലാണ് ഞങ്ങൾ വഴി നടത്തേണ്ടത്. ആരാണ്? അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന
വശ്ശുഹദാഇ വസ്സാലിഹീൻ. ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്? അതേ നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കന്മാരാണ്, സ്വാലിഹീങ്ങളാണ്. അവരുടെ കൂടെ റബ്ബേ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ആക്കണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള പണി നമ്മൾ എടുക്കണം കേട്ടോ, അതിനുള്ള പണി നമ്മൾ എടുക്കണം കേട്ടോ. എന്റെ പ്രിയമുള്ളവരെ, ഇത് മുജാഹിദുകളുടെ ഉത്തരവാദിത്തമായിരുന്നു. ഈ പരിപാടി ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. വാശി തീർക്കാനല്ല, അതേപോലെ തന്നെ പഴി പറയാനല്ല. സംസാരത്തിൽ ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഖുർആനും സുന്നത്തും മാത്രമാണ് പറഞ്ഞത്. നാളെ പിറ്റേന്ന് പരലോകത്ത് വന്നുകൊണ്ട് പടച്ചറബേ ഞങ്ങൾ അറിഞ്ഞില്ല, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഫസനതുഹാ അലം യഅതികും നദീർ. നാളെ പിറ്റേന്ന് പരലോകത്ത് നരകത്തിൽ കൂട്ടം കൂട്ടമായി നരകത്തിന്റെ വിറകുകളാകുന്ന സമയത്ത് ആളുകളോട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്നു, അലം യഅതികും നദീർ, എന്റെ കൂട്ടരെ നിങ്ങൾ ഇങ്ങനെ നരകത്തിലേക്ക് കിടക്കാൻ കാരണമായത്? നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ, പ്രബോധനം ചെയ്ത് പറഞ്ഞു തരാൻ, ഇത് വാഴ്ന്ന് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആരും വന്നിട്ടില്ലായിരുന്നോ? താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് ഈ നരകവാസികൾ പറയുകയാണ്, അതെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനും വന്നിരുന്നു, പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആളുകൾ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കി. ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലാഹു ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ കള്ളമാണ് പറയുന്നത്, നിങ്ങൾ പേച്ചോരാണ്, നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ വഹാബികളാണ്, നിങ്ങൾ തെറ്റ് പറയുന്ന ആളുകളാണ്. നിങ്ങൾ ഖുർആൻ ഓതിയാലും നിങ്ങൾ സുന്നത്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കൂല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർ മതി, ഞങ്ങളുടെ സാദാത്യങ്ങൾ മതി എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നാണ് അർത്ഥം. അവർ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. പടച്ചറബേ ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾ അവർക്ക് ചെവി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഈ കത്തിയാളുന്ന നരകത്തിൽ ഞങ്ങൾ പെടില്ലായിരുന്നു എന്ന് വിലപിക്കുന്ന അവസ്ഥയുണ്ടെന്ന് സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, ഈ അമ്പിയാവുലിയാക്കന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ അതിൽ വെള്ളം ചേർക്കാതെ, അതിൽ കേടുവരാതെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇവിടെ നിർവഹിച്ചതാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു, മറ്റൊന്നുമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ജീവിതത്തിലും അത് പറഞ്ഞുകൊണ്ട്, അത് അറിഞ്ഞുകൊണ്ട് മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, അയൽവാസികൾ, ജ്യേഷ്ഠന്മാർ, മക്കൾ, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളുടെ സംസാരങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ അഹ്ലുസ് സുന്നത്തിൽ നിന്നും തെറ്റിപ്പോയ ആളുകളുടെ ആദർശത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹക്ക് കേൾക്കാൻ, എന്നിട്ട് ഹക്കും ബാത്തിലും മനസ്സിലാക്കാനും കേൾക്കാനും ബാത്തിലിനെ ഒഴിവാക്കുവാനും ഹക്ക് സ്വീകരിക്കുവാനുമുള്ള ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വന്യജീവികളുടെ ശല്യം, ഒരുപാട് പ്രയാസങ്ങൾ, ആളുകൾ മരണപ്പെട്ടു പോകുന്നു, ആളുകളുടെ ജീവിതം, ജനജീവിതം ദുരിതത്തിലാണ്, ആശങ്കയിലാണ്. അല്ലാഹുവേ നീ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണമേ. പട്ടിണിയിൽ നിന്നും പരിവട്ടത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഈ നാടിനെ അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണമേ. പടച്ചറബേ ഞങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ സമ്പത്തിലുമെല്ലാം അല്ലാഹുവേ ഈ ഖൈറും ബർക്കത്തും തരണമേ റഹ്മാനെ. അതേപോലെ തന്നെ ഞങ്ങളുടെ സംസാരത്തിലും ദഅവത്തിലുമെല്ലാം അല്ലാഹുവേ നീ ആളുകളിൽ ഒരു സ്വീകാര്യ ഖബൂലിയത്ത് നൽകണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ഇഖ്ലാസിനെ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم اجرنا من النار وادخل الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.